ओम शांति। मीठे बाबा ने हम सभी बच्चों को नया अलौकिक जन्म दिया और नए अलौकिक जन्म में एक बहुत बड़ी जवाबदारी सौंपी। स्वपरिवर्तन से विश्व परिवर्तन। ബാബ നമ്മൾ കുട്ടികൾക്ക് പുതിയൊരു അലൗകിക ജന്മം നൽകി. ആ ദിവ്യ അലൗകിക ജന്മത്തോടൊപ്പം തന്നെ വലിയൊരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം. विश्व परिवर्तन के लिए स्वयं परमात्मा शिव का अवतरण हुआ और उस अवतरण के साथ उन्होंने रुद्र ज्ञान यज्ञ की स्थापना की। വിശ്വപരിവർത്തനത്തിനായി സ്വയം ശിവ് ഭഗവാൻ അവതരണം ചെയ്തു. ആ അവതരണത്തോടൊപ്പം തന്നെ ശിവ് പരമാത്മ रुद्रज्ञान यज्ञ रचिച്ചു. और उस यज्ञ को संभालने के लिए, यज्ञ को सफल बनाने के लिए ब्राह्मण बच्चों को जन्म दिया. ആ യജ്ഞത്തെ സംരക്ഷിക്കുവാനും യജ്ഞം സഫലമാക്കുന്നതിനു വേണ്ടി ബ്രാഹ്മണ മക്കൾക്ക് ജന്മം നൽകി. सबसे पहले जिस तन का आधार लिया उनका नाम प्रजापिता ब्रह्मा रखा. ആദ്യം ഏത് ബ്രാഹ്മണ ആത്മാവിനാണോ ജന്മം നൽകി, അതായത് ബാബ ഏത് ശരീരത്തെയാണോ ആധാരമാക്കിയെടുത്തത് ആ ശരീരത്തിന് നാമം നൽകി പ്രജാപിത ബ്രഹ്മ. और ब्रह्मा के मुख से ब्राह्मण बच्चों को जन्म मिला. ആ ബ്രഹ്മമുഖത്തിൽ കൂടി ബ്രാഹ്മണ മക്കളുടെ ജന്മം. ब्राह्मणों को यज्ञ की जवाबदारी मिली. ബ്രാഹ്മണർക്ക് യജ്ഞത്തിൻ്റെ ഉത്തരവാദിത്വം ലഭിച്ചു. कभी आप लोगों ने विचार किया है इस यज्ञ को बहुत बड़ा नाम दिया गया, राजस्व, अश्वमेध, अविनाशी, रुद्र गीता ज्ञान यज्ञ. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? ഈ ഒരു യജ്ഞത്തിന് ബാബ വലിയൊരു നാമം കൊടുത്തിട്ടുണ്ട്. അതായത് അശ്വമേധ, അവിനാശി, രുദ്ര ഗീതാജ്ഞാന യജ്ഞം. स्वराज्य के लिए, राजस्व माना स्वराज्य के लिए. अश्व कहते हैं इस शरीर को, इसको मेधना, इसको स्वाहा करना. സ്വരാജ്യത്തിന് വേണ്ടി അശ്വമാകുന്ന ഈ ശരീരത്തെ പൂർണ്ണമായും സ്വാഹ ത്യാഗം ചെയ്യണം. उसके द्वारा दुनिया का परिवर्तन, विश्व परिवर्तन का कार्य कराना. അതിൽ കൂടി വേണം ലോകത്തിൻ്റെ പരിവർത്തനം, വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യം ചെയ്യിക്കാൻ. वैसे भी प्राचीन काल में जो यज्ञ रचे गए भक्ति मार्ग के अंदर, उसमें भी दक्ष प्रजापिता, प्रजापति के रूप में दिखाया है कि उन्होंने यज्ञ रचा. കഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ലൗകികത്തിലും ഭക്തിമാർഗത്തിലെ കഥയിൽ യജ്ഞം രചിച്ചിരിക്കുന്ന ദക്ഷ പ്രജാപതി എന്നുള്ള നാമത്തിൽ അവർ യാഗം നടത്തിയതായി നമ്മൾ കഥ കേട്ടിട്ടുണ്ട്. और उस यज्ञ में घोड़े छोड़े जाते हैं कि उन घोड़ों को पकड़ के ले आओ. അപ്പോൾ ആ യാഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, കുതിരയെ കെട്ടിയിടുക, കുതിരയെ പിടിക്കുന്നവർക്ക് ആ യാഗത്തിന് മുഴുവൻ സ്വാഹ ചെയ്യുന്ന രീതിയിൽ. അതുകൊണ്ട് കുതിരകളെയൊക്കെ പിടിക്കുക എന്നുള്ളത് അതിലൊരു നിബന്ധന ഉണ്ടായിരുന്നു. संस्कृत में अश्व घोड़े को कहते हैं. അശ്വം എന്ന സംസ്കൃത പദമാണ്, അത് കുതിര എന്നാണ് അതിൻ്റെ അർത്ഥം. बाबा ने हम सबको बहुत सुंदर अश्व की परिभाषा दी कि बच्चे ये अश्व शरीर रूपी अश्व,
ബാബ നമ്മൾ കുട്ടികൾക്ക് അശ്വം എന്നതിന് നല്ലൊരു പരിഭാഷയാണ് നൽകിയത്. ആ കുതിരയല്ല, പകരം നമ്മുടെ ഈ ശരീരമാകുന്ന കുതിര. सबसे पहले इस अश्व को माना देह अभिमान को इस यज्ञ में स्वाहा करो. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്വാഹ ചെയ്യേണ്ടത് ഈ അശ്വത്തെ, അതായത് ദേഹം എന്ന അഭിമാനത്തെ നമ്മൾ ഈ യാഗത്തിൽ സ്വാഹ ചെയ്യണം. तो सबसे पक्के ब्राह्मण, सच्चे ब्राह्मण वो हैं जिन्होंने देहभान, देह अभिमान के अश्व को स्वाहा किया. സത്യമായ പക്കാ ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നവരാരാണ്? അവര് സ്വന്തം ദേഹബോധം, ദേഹ അഭിമാനത്തെ സ്വാഹ ചെയ്തവർ. वही यज्ञ रक्षक बन सकते हैं. അവരാണ് യജ്ഞരക്ഷകരായി മാറുക. एक है यज्ञ स्नेही, दूसरे हैं यज्ञ सहयोगी और तीसरे हैं यज्ञ रक्षक. 3 പ്രകാരത്തിലുള്ള ബ്രാഹ്മണരാണ്. ഒന്ന് യജ്ഞസ്നേഹികള്, യജ്ഞസഹയോഗികള്, മൂന്നാമത്തെ യജ്ഞരക്ഷകര്. जो पक्के सच्चे ब्राह्मण हैं वही यज्ञ रक्षा कर सकते हैं, यज्ञ के रक्षक बनते हैं. ആരാണോ സത്യമായ ഉറച്ച ബ്രാഹ്മണനായിരിക്കുന്നത് അവരെ യജ്ഞത്തിന്റെ സത്യമായ രക്ഷകരാകാൻ സാധിക്കൂ. तो आप सभी पहले अपने आप को ये समझते हो कि हम पक्के ब्राह्मण हैं? समझते हो? हाथ उठाओ, सिर्फ बोलना नहीं. ബായിജി ചോദിക്കുകയാണ്, ആരാണോ പക്കാ ഞാൻ ബ്രാഹ്മണനാണ്, യജ്ഞരക്ഷകനാണെന്ന് കരുതുന്നവർ കൈ ഉയർത്താൻ. बहुत थोड़े उठा रहे हैं. കുറച്ച് പേര് सभी है ना. എല്ലാവരും ആണല്ലോ. जो यज्ञ रक्षक पक्के ब्राह्मण हैं उनके अंदर लौकिक जाति, लौकिक धर्म, लौकिक बातें, लौकिकता अलौकिकता में बदल जाती है. പക്കാ ബ്രാഹ്മണരായിരിക്കുന്നവരുടെ ഉള്ളില് ലൗകികമായിരിക്കുന്ന എല്ലാം തന്നെ അവർ ത്യജിച്ചിരിക്കും. ലൗകിക ജാതി, ധർമ്മം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ലൗകികമായിട്ട് സംബന്ധപ്പെട്ടത്, അത് മൊത്തത്തിൽ അവർ ഉപേക്ഷിച്ചിരിക്കും. यही एक अपना ईश्वरी विश्वविद्यालय है जहाँ पर धर्म भेद, जाति भेद, भाषा भेद, रंग भेद, कोई भी प्रकार का भेद नहीं है. കേവലം ഈ ഒരു പ്രസ്ഥാനത്തിൽ മാത്രമാണ് യാതൊരു ഭേദഭാവവും ഇല്ലാത്തത്. നിറത്തിൻ്റെതാണെങ്കിലും ജാതിയുടേതാണെങ്കിലും ധർമ്മത്തിൻ്റെതാണെങ്കിലും ഒരു കാര്യത്തിലും പ്രായത്തിൻ്റെതാണെങ്കിലും ഒരു ഭേദഭാവം ഇല്ലാത്തത് ഈ ഒരു പ്രസ്ഥാനത്തിൽ മാത്രമാണ്. जिन्होंने बाबा को पहचाना, जिन्होंने बाबा को अपना बाप समझा, उनको अलौकिक जन्म मिला. ആരാണോ ബാബയെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്, ബാബയെ സ്വന്തമാക്കിയത്, ബാബയുടേതായി മാറിയിരിക്കുന്നത്, അവർക്കൊരു ദിവ്യ ജന്മം, അലൗകിക ജന്മമാണ്. तो सबसे पहले ब्राह्मणों को ये चेक करना चाहिए कि मेरे जीवन में कोई भी लौकिकता तो नहीं है. അതുകൊണ്ട് ആദ്യം ബ്രാഹ്മണരായിരിക്കുന്ന നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശോധിച്ചു നോക്കുക, എന്നിൽ അങ്ങനെ ഏതെങ്കിലും പ്രകാരത്തിൽ ലൗകികത അടങ്ങിയിട്ടുണ്ടോ, ഇനിയും അവശേഷിച്ചിട്ടുണ്ടോ. लौकिकता को अलौकिकता में, न्यारेपन में चेंज करना है. ലൗകികത ഉണ്ടെങ്കിൽ അതിനെ അലൗകികതയിലേക്ക് പരിവർത്തനപ്പെടുത്തണം, അതിനെ വേർപ്പെടുത്തണം. लौकिक जैसे लोग करते हैं ऐसे हम अभी नहीं कर सकते. ലൗകികത എന്ന് പറയുമ്പോൾ ഇന്ന് ലൗകിക ലോകത്തിൽ ഇന്നത്തെ ആ ജീവിതത്തിൽ മനുഷ്യർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുപോലൊന്നും തന്നെ ബ്രാഹ്മണ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യമല്ല. हम सभी को टाइटल बाबा ने दिया, आप बच्चे ब्रह्मा मुख वंशावली ब्राह्मण कुल भूषण हो. ബാബ നമ്മൾ കുട്ടികൾക്ക് നൽകിയ ടൈറ്റിൽ എന്താണ്? താങ്കളെല്ലാവരും ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണ കുലഭൂഷണരാണ്. तो सबसे पहले हमें अपने आप से पूछना है, क्या मेरे अंदर कोई भी साधारणता, लौकिकता, जो शूद्रपन के संस्कार थे, वो इस अलौकिक जीवन में डिस्टर्ब तो नहीं करते हैं. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാഹ്മണർ നമ്മളുടെ ഉള്ളിൽ തന്നെ പരിശോധിച്ചു നോക്കണം. ഏതെങ്കിലും പ്രകാരത്തിലുള്ള സാധാരണതയാകാം, ലൗകികത അതായത് ശൂദ്ര സ്വഭാവ സംസ്കാരങ്ങളുടെ ഏതെങ്കിലും പ്രകാരത്തിലുള്ള അംശം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, അത്തരത്തിൽ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടോ. इसलिए जिस दिन हम बाबा के बने
उस दिन हमें टाइटल मिला मर जीवा। आप सभी मर जीवा ब्राह्मण हो। എന്നു മുതൽ നമ്മൾ ബാബയുടേതായോ അന്നു മുതൽ തന്നെ ബാബ നമുക്ക് നൽകിയ ടൈറ്റിൽ എന്താണ്? മർ ജീവ, മരിച്ച് നമ്മളിവിടെ ജീവിക്കുന്നവരാണ്. ये बहुत वंडरफुल जन्म है हमारा। ഇത് വളരെ അത്ഭുതകരമായ ഒരു ജന്മമാണ് നമ്മുടേത്. एक ही इस जीवन में जब बाबा के बच्चे बने तो एक जगह से मरे और दूसरी जगह से जिए, माना मर जीवा। पहले हमें लौकिकता से मरना है और फिर अलौकिकता में ब्राह्मण जीवन में जीना है। അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ പ്രത്യേകത ഇതാണ്, ഒരു ഭാഗത്തു നിന്ന് മരിച്ച് മറ്റൊരു ഭാഗത്ത് ജീവിക്കുക എന്നുള്ളത്. അതായത് ശൂദ്രത്തിൽ നിന്ന് മരിച്ച് ബ്രാഹ്മണനായി ജീവിക്കുക, അഥവാ ലൗകികതയിൽ നിന്നും പൂർണ്ണമായി മരിച്ച് അലൗകികതയിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളത്. वैसे भी जब नया जीवन मिलता है तो एक ड्रामा की एक बहुत कल्याणकारी नूंद है कि नए जीवन में पुराने जीवन की स्मृतियां गायब हो जाती हैं. ഡ്രാമയിൽ അങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി ഫിക്സാണ്. ഒരു പുതിയ ജന്മം എടുക്കുമ്പോൾ തന്നെ എവിടുന്ന് മരിച്ചു പുതിയ ജന്മത്തിലേക്ക് കടക്കുമ്പോൾ പഴയ ജന്മത്തിൻ്റെതെല്ലാ സ്മൃതികളും എല്ലാം തന്നെ എന്താകുന്നു? മറന്നുപോയിരിക്കും. अगर कोई पिछले जीवन की बातें किसी को याद रह जाती हैं तो जहाँ वो जन्म लेता है वहाँ पर दोनों परिवार को डिस्टर्ब कर देता है. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടാകാം. ചില കുട്ടികളെ ഇവിടെ ജന്മം എടുക്കുമെങ്കിലും പഴയ ജന്മസ്മൃതികളൊക്കെ അവരിലുണ്ടാകും. അപ്പോൾ സത്യത്തിൽ നടക്കുന്നത് എന്താ? ഈ കുടുംബത്തിനും ആ കുടുംബത്തിനും വല്ലാത്തൊരു അതായത് ബുദ്ധിമുട്ടുണ്ടാക്കും. कोई कोई की अचानक मौत होती है, कोई ऐसे हिंसात्मक रीति से या कोई ऐसे एक्सीडेंटल मौत हो जाती है तो वो आत्मा जब नया शरीर लेती है तो उसको पिछले जन्म की याद रहती है. അങ്ങനെ സംഭവിക്കാറുള്ളത് ആക്സിഡൻ്റൽ മരണങ്ങളിലാണ്, അതായത് പെട്ടെന്നുള്ള മരണത്തിലാണ് സംഭവിക്കുക. അപ്പോൾ അവർക്ക് കഴിഞ്ഞ ജന്മത്തിന് ചില ഓർമ്മകളൊക്കെ അവർക്ക് ഉണ്ടാകും. तो हम ब्राह्मण ऐसे एक्सीडेंट से तो नहीं आए हैं ना. അപ്പം നമ്മൾ ബ്രാഹ്മണർ അങ്ങനെ ഒരു ആക്സിഡൻ്റൽ മരണം അല്ലല്ലോ നമ്മുടേത്, ആണോ? हमें कोई भी पिछली बातें इस पिछले जीवन की, इसी जन्म के पिछले जीवन की याद नहीं रहनी चाहिए. അപ്പോൾ നമ്മുടേത് ഈ ഒരു ജന്മത്തിലാണ് 2 ജന്മം വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണനായി ജനിച്ചിരിക്കെ കഴിഞ്ഞ ജന്മത്തിൻ്റെ ഇതൊന്നും ഓർമ്മയിലില്ലല്ലോ. क्योंकि वो जन्म विकारों से हुआ है. उस जन्म के अंदर रहन सहन खान पान सब शूद्रपन का था. കഴിഞ്ഞ ജന്മത്തിൻ്റേത് നമ്മൾ ശൂദ്ര ജീവിതത്തിലേതായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ എല്ലാ ജീവിത നിയമ രീതി മര്യാദകൾ എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തേത്, അതെല്ലാം ആഹാര രീതികളാകട്ടെ എല്ലാം തന്നെ അത് ശൂദ്രത്വത്തിൻ്റെതായിരുന്നു. भले कोई कोई जाति के ब्राह्मण कहलाते हैं लेकिन उनका भी ब्राह्मणों जैसा जीवन नहीं है. ചിലർ ലൗകികത്തിൽ പോലും ലൗകിക ബ്രാഹ്മണരായിരിക്കാം, പക്ഷെ എന്നാൽ പോലും ബായിജി പറയാണ് നമ്മുടെ ബ്രാഹ്മണ ജീവിതം പോലെയല്ല ആ ബ്രാഹ്മണ ജീവിതം. हम सब जिस दिन से मरजीवा बने उस दिन से ब्रह्मा के बच्चे बन गए, ब्रह्मा कुमार ब्रह्मा कुमारी बने. ഇവിടെ നമ്മൾ എപ്പോൾ മുതൽ ബാബയുടേതായി അതായത് ബ്രാഹ്മണനായി ജന്മെടുത്തു അന്ന് മുതൽ തന്നെ നമ്മൾ ബ്രഹ്മാവിൻ്റെ മക്കൾ എന്നറിയപ്പെടുന്ന ബ്രാഹ്മണരായി. അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കപ്പെടുന്നത് ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരി എന്നാണ്. भले हम लौकिक में रहते हैं तो हम ये नहीं कहते हैं हम भाई बहन हैं, क्योंकि वो फर्ज निभाना पड़ता दुनिया के हिसाब से. लेकिन वृत्तियों में स्मृति में ये है कि वास्तव में हम सब ब्रह्मा के बच्चे सच्चे पक्के ब्राह्मण आपस में भाई बहन हैं. നമ്മളിപ്പോൾ ലൗകിക കുടുംബത്തിൽ വസിക്കുന്നവരാണ്, എല്ലാവരും പരിവാരത്തിലുള്ളവരാണ്. പക്ഷെ എപ്പോഴും നമ്മൾക്കിടയിൽ നിങ്ങൾ സഹോദരി സഹോദരൻ എന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ടാവില്ല. പക്ഷെ ബുദ്ധിയിലും സ്മൃതിയിലും നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് നമ്മൾ ബാബയുടെ മക്കളാണ്, ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണരാണ്. ആ സംബന്ധത്തിൽ നമ്മളിപ്പോൾ പരസ്പരം സഹോദരി സഹോദരന്മാരാണ്. बाबा ने सबसे पहले हमारी दृष्टि का परिवर्तन किया. ഇപ്പോൾ ഫസ്റ്റ് ബാബ ജന്മം നൽകിയതോടെ തന്നെ നമ്മുടെ ദൃഷ്ടിയുടെ പരിവർത്തനമാണ് ചെയ്യിച്ചത്. दृष्टि बदलते ही वृत्तियां बदल गई.
ദൃഷ്ടിയുടെ മാറ്റത്തിലൂടെ നമ്മുടെ വൃത്തി മാറി, ചിന്താഗതികൾ മാറി. वृत्तियां परिवर्तन हुई तो स्मृति बदल गई. വൃത്തിയുടെ മാറ്റത്തോടൊപ്പം തന്നെ നമ്മുടെ സ്മൃതികളും മാറി. दृष्टि, वृत्ति, स्मृति बदलने से बोलचाल, भाषा बदली, वाणी बदली और उसके बाद कर्म परिवर्तन हुए. അപ്പോൾ നമ്മുടെ സ്മൃതി മാറിയപ്പോൾ തന്നെ നമ്മുടെ വാക്കുകളിലും നടത്തത്തിലും പെരുമാറ്റത്തിലും നമ്മുടെ വാക്കിൻ്റെ ശബ്ദപ്രയോഗങ്ങളിലും എല്ലാത്തിലും തന്നെ പരിവർത്തനം ഉണ്ടായി. फिर हमारे संबंध संपर्क में परिवर्तन आया. നമ്മുടെ ഇടപാടുകളിൽ സംബന്ധ സമ്പർക്കത്തിലും കൂടി ആ ഒരു മാറ്റം ഉണ്ടാകാൻ तो തുടങ്ങി. ये 6 बातें ब्राह्मणों को चेक करनी चाहिए, क्या मैं सच्चा पक्का ब्राह्मण हूँ. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് നമ്മളിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം, ഞാൻ അത്തരത്തിൽ സത്യമായ പക്കാ ബ്രാഹ്മണനായിട്ടുണ്ടോ. क्योंकि जब तक ब्राह्मण नहीं बने तब तक फरिश्ता नहीं बनेंगे, और जब तक फरिश्ता नहीं बनेंगे तब तक देवता कैसे बनेंगे. കാരണം ബ്രാഹ്മണനാകാത്തിടത്തോളം, പക്കാ ബ്രാഹ്മണൻ സത്യബ്രാഹ്മണനാകാത്തിടത്തോളം ഫരിസ്തയാകാനും പറ്റില്ല, ഫരിസ്തയാകാത്തിടത്തോളം ദേവതയാകാനും സാധ്യമല്ല. तो हमारे इस ईश्वरीय विश्वविद्यालय की एम ऑब्जेक्ट जो है, पढ़ाई का जो लक्ष्य है, हम सब जानते हैं, ब्राह्मण सो फरिश्ता, फरिश्ता सो देवता बनेंगे. അപ്പോൾ നമ്മുടെ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ നമ്മുടെ ലക്ഷ്യോദ്ദേശം എന്താണ്? ബ്രാഹ്മൺ സോ ഫരിസ്ത, ഫരിസ്ത സോ देवता. तो पहले हम सबको एकांत में, बाबा ने कहा एकांत में बैठ करके अपने से पूछो, क्या मेरी दृष्टि बिल्कुल शुद्ध है, पवित्र है? किसी के नाम रूप में, किसी के धन संपत्ति में, किसी की विशेषताओं में बुद्धि जाती तो खिंचती तो आकर्षण तो नहीं होती. दृष्टि में कोई को देख सुंदरता खींचती है, कोई को किसी का पैसा खींचता है, कोई को किसी की विशेषताएं, जो देख लेता है उसी तरफ दृष्टि और बुद्धि जाती है. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വളരെ ഏകാന്തതയോടുകൂടി ഇരുന്ന് തൻ്റെ ഉള്ളിൽ തന്നെ പരിശോധിച്ച് നോക്കാം, ഞാൻ ആ തരത്തിൽ പക്ക ശുദ്ധ ബ്രാഹ്മണനായിട്ടുണ്ടോ. ഫസ്റ്റ് മാറ്റം എന്താണ്? ദൃഷ്ടി. അപ്പോൾ സ്വയം ചെക്ക് ചെയ്യുക, എൻ്റെ ദൃഷ്ടി എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ. വ്യക്തിയിലാകാം, ധനത്തിലാകാം, മറ്റുള്ളവരുടെ വിശേഷത കഴിവുകളിലാകാം. അതായത് ദൃഷ്ടി എവിടെ പോകുന്നു അവിടത്തേക്ക് നമ്മുടെ മനസ്സും പോകും. അതുകൊണ്ട് ദൃഷ്ടി എവിടെയെങ്കിലും പോകുന്നുണ്ടോ ആ തരത്തിൽ എന്നുള്ളത് പരിശോധിച്ചു നോക്കും. ചിലരുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിക്കിടക്കാം, ചിലരുടെ ധനത്തിൽ കുടുങ്ങിക്കിടക്കാം, ചിലരുടെ വിശേഷതയിൽ കുടുങ്ങിക്കിടക്കാം, ഏതെങ്കിലും തരത്തിൽ വസ്തുക്കളിൽ ഏതെങ്കിലും. इसलिए बाबा ने कहा है, बच्चे जब किसी को भी देखते हो, किसी के संबंध संपर्क में आते हो, तो पहले उसको आत्मा समझ करके, मैं आत्मा, इस आत्मा से बात कर रहा हूँ, इस शरीर रूपी सांप न दिखाई दे, इस शरीर के अंदर मणि दिखाई दे, इसका अभ्यास करो. അതുകൊണ്ട് ബാബ നമ്മൾ കുട്ടികൾക്ക് അഭ്യാസം ചെയ്യിപ്പിച്ചത് എന്താണ്? ആദ്യം മുതൽക്കേ തന്നെ ആരോടെങ്കിലും ഏതെങ്കിലും വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അഥവാ കാണുമ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണ് കാണേണ്ടത്? ആത്മാവിനെ കാണുക. സർപ്പമാകുന്ന ഈ ശരീരത്തെ കാണാതെ ഈ സർപ്പത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന മണിയെ കാണുക. ആ മണിയെ കണ്ടുകൊണ്ട് ആത്മാ എന്ന ബോധത്തോടെ ആത്മാവിനോടാണ് സംസാരിക്കുന്നത് എന്ന ആ ഒരു ചിന്താഗതിയോടുകൂടി, ആ ദൃഷ്ടിയോടുകൂടി വേണം നമ്മൾ സംസാരിക്കാൻ. तो सच्चे पक्के ब्राह्मण वो हैं जिनकी दृष्टि बड़ी शुद्ध और पवित्र है. അപ്പോൾ സത്യമായ പക്കാ ബ്രാഹ്മണരുടെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ പറയാണ്, അവരുടെ ദൃഷ്ടി അത്രയും ശുദ്ധവും പവിത്രവുമായിരിക്കും. वो दृष्टि से कोई भी क्रिमिनल ख्यालात नहीं उत्पन्न होंगे. ദൃഷ്ടിയിലൂടെ ഒരിക്കലും അപവിത്രമായിരിക്കുന്ന ചിന്തകൾ അവരിൽ ഉണ്ടാവുകയില്ല. बाबा की कई मुरलियाँ इस पर चली हैं. मैं आता हूँ क्रिमिनल आई को सिविल आई बनाने के लिए. അപ്പോൾ ബാബയുടെ ഒരുപാട് മുരളികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ബാബ പറഞ്ഞിട്ടുണ്ട്, ക്രിമിനലായിരിക്കുന്ന ദൃഷ്ടിയെ ഞാൻ പവിത്രമായിരിക്കുന്ന ദൃഷ്ടിയിലേക്ക് പരിവർത്തനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്. अगर सच्चे पक्के ब्राह्मण हैं तो क्रिमिनलिटी समाप्त होनी चाहिए. അപ്പോൾ സത്യമായ പക്കാ ബ്രാഹ്മണരാണ് എങ്കിൽ നമ്മളിലുള്ള ആ ഒരു ക്രിമിനൽ ദൃഷ്ടി, അപവിത്ര ദൃഷ്ടി പൂർണ്ണമായിട്ടും ഇല്ലാതാകണം. तो सभी चेक करना, मैं बाबा का ब्राह्मण बच्चा हूँ तो मेरी दृष्टि बहुत निर्मल, स्वच्छ, पवित्र है.
ഇപ്പം എല്ലാവരും തന്നിലയിൽ തന്നെ പരിശോധിച്ചു നോക്കുക. ഞാൻ സത്യ പക്ക ബ്രാഹ്മണൻ, എൻ്റെ ദൃഷ്ടി അത്രയും നിർമ്മലവും ശുദ്ധവും പവിത്രവുമാണോ? लेकिन इन सब धारणाओं के लिए केवल एक ही बात ध्यान रखना है, ऐसे नहीं समझना है तो बहुत बड़ी बात है। आत्मिक स्थिति का अच्छा अभ्यास, आत्मा को देखने का, आत्मा समझ करके बात करने का, आत्मा हूँ आत्मा हूँ। देखो बाबा ने जब यज्ञ की स्थापना की, मालूम होगा ब्रह्मा बाबा ने, हमारी दादियों ने बहुत मेहनत की इस पाठ को पक्का करने के लिए। बार बार डायरी पर लिखा, मैं आत्मा हूँ मैं आत्मा हूँ। बाबा की लौकिक युगल का नाम जसोदा था, ये जसोदा आत्मा है, जसोदा आत्मा है, जसोदा आत्मा है। बेटी का नाम पारू था निर्मल संता दादी का, ये पारू आत्मा है, पारू आत्मा है। बेटे का नाम नारायण था, ये नारायण आत्मा है, ये नारायण आत्मा है। मतलब बाबा ने पूरी डायरियां भर दी इस बात से, आत्मा का पाठ पक्का करने के लिए। दादियों को यही अभ्यास कराया, ये पक्का करो, ये पक्का करो। അതായത് ഇത് ധാരണ വലിയ കാര്യമൊന്നും കരുതരുത്, ഇത് വളരെ ഈസിയാണ്. പക്ഷെ ബാബ പഠിപ്പിച്ചിരിക്കുന്ന ആ ഒരു അഭ്യാസത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് ആത്മാ എന്നുള്ള സ്മൃതിയിൽ ഇരുന്നു കൊണ്ട് ആത്മാവിനെ കാണാനുള്ള ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ കേട്ടിട്ടുണ്ട് യജ്ഞശ്രീയിൽ എപ്പോഴാണോ ഇതിൻ്റെ സ്ഥാപനയുടെ സമയത്ത് ഇതിന് ആധാരമായത് തന്നെ എന്താ, ആദ്യം തുടക്കത്തിൽ ബ്രഹ്മാബാബ ആത്മ എന്നുള്ള പാഠത്തെ തന്നിൽ ഉറപ്പിക്കാൻ വേണ്ടി എപ്പോഴും എഴുതുമായിരുന്നു. ബൈജി പറയണ എഴുതി ഒരുപാട് ഡയറി തന്നെ നിറച്ചിരുന്നു. ഞാൻ ആത്മാവാണെന്ന് എഴുതി വെക്കിയിരുന്നു, തൻ്റെ ധർമ്മപത്നി എന്താണ് യശോദ ആത്മാവെന്ന് എഴുതി വെക്കിയിരുന്നു. അതുപോലെ മകള് നിർമ്മല ശാന്തദാദിയുടെ അന്നത്തെ പേര് പാറു എന്നായിരുന്നു, പാറു ആത്മാവാണെന്ന് എഴുതി വെക്കിയിരുന്നു. മകൻ്റെ പേര് നാരായണ ആത്മാവാണെന്ന് എഴുതി. അങ്ങനെ എഴുതി തന്നിൽ ആത്മാ എന്നുള്ളത് ഉറപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ ബ്രഹ്മബാബ ദാദിമാരെ കൊണ്ടും സെയിം എക്സസൈസ് ആണ് ചെയ്യിപ്പിച്ചത്. ഇത് തന്നെ എഴുതി തന്നിൽ ഈ ഒരു ആത്മാവിൻ്റെ പാഠം അന്ന് ഉറപ്പാക്കിയിരുന്നു. അത്രയും അവർ പരിശ്രമിച്ചിരുന്നു. इस अभ्यास से बाबा की दृष्टि तो बदली, लेकिन उनके परिवार की दृष्टि बाबा के प्रति बदल गई. അതായത് ആ ഒരു അഭ്യാസത്തിൽ കൂടി സംഭവിച്ചത് എന്താണ്, ബ്രഹ്മബാബയുടെ ആ ദൃഷ്ടിയിൽ പരിവർത്തനം വന്നു. അതോടൊപ്പം തന്നെ അവരുടെ പരിവാരം ഏതായിരുന്നു, കുടുംബം, അവരിലും ആ മാറ്റം ഉണ്ടാവുകയായിരുന്നു. अब देखो बहुत वंडरफुल बात है कि मम्मा की लौकिक माँ साथ में रहती है, बाबा की परिवार के सभी सदस्य साथ में रहे, लेकिन कोई ने बाबा को इस नज़र से नहीं देखा ये मेरे ससुर हैं, ये मेरे ये हैं वो हैं, कोई संबंध नहीं, केवल एक ही संबंध रह गया, ये मेरा बाबा है, ये मैं बच्चा हूँ। मम्मा को साकार में होते मम्मा की लौकिक माँ मम्मा कह रही है, कितना बड़ा परिवर्तन आया आत्मिक दृष्टि के अभ्यास से। वो नज़र बदल गई कि ये मेरी बेटी है, ये मेरा पति है, ये मेरी पत्नी है। सब उसी दृष्टि से देखने लगे जो अलौकिक दृष्टि है. അപ്പം അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ അലൗകികമായിരിക്കുന്ന ഒരു പരിവർത്തനം അവിടെ സംഭവിക്കുകയായിരുന്നു. ഇപ്പം മമ്മയുണ്ടായിരുന്നു ആ യജ്ഞത്തിൻ്റെ ആ തുടക്കത്തിൽ, മമ്മയുടെ കൂടെ മമ്മയുടെ അമ്മയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രഹ്മബാബയുടെ മൊത്തം പരിവാരം ബ്രഹ്മബാബയുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഒരു ദിവസം പോലും ബ്രഹ്മബാബ ഇത് എൻ്റെ അച്ഛനാണ്, അഥവാ എന്താണ് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ്, അത് പല സംബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല. ആ ദൃഷ്ടിയിലൂടെ ഒരിക്കലും ബ്രഹ്മബാബി ആരും തന്നെ കണ്ടിരുന്നില്ല. അതുപോലെ മമ്മയും പിന്നീട് മമ്മയുടെ അമ്മ തന്നെ മമ്മയെ മമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് അലൗകികമായിരിക്കുന്ന സംബന്ധം ഏതായിരുന്നു അവർക്ക് തമ്മിലുള്ളത് അതേ ദൃഷ്ടിയിലൂടെ കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് അവർ സംബോധന ചെയ്തിരുന്നത്. അതിൻ്റെ കാരണം എന്താണ്, ആത്മീയത, ഒരു ആത്മാവിൻ്റെ ആ ഒരു ദൃഷ്ടി, ആത്മാവിനെ കാണുക, ആത്മസ്ഥിതിയിൽ ഇരിക്കുക എന്നുള്ള അഭ്യാസത്തിലൂടെയാണ് അത് സംഭവിച്ചത്. तो और कोई पुरुषार्थ करना या न करना, लेकिन ये अभ्यास जरूर करो, मैं आत्मा हूँ, मैं आत्मा हूँ, मैं मालिक हूँ, मैं भ्रकुटी आसन पर हूँ, ये शरीर अलग है. इससे देह भान गल जाएगा.
അപ്പോൾ വേറെ ഒന്നും നിങ്ങൾക്ക് പുരുഷാർത്ഥം അഥവാ വേറെ ഒന്നും അഭ്യാസം ചെയ്യാൻ പറ്റില്ലെങ്കിലും ബായിജി പറയണം ഈ ഒരു അഭ്യാസം നിങ്ങൾ നിരന്തരം തുടരുക. അതായത് ആത്മസ്ഥിതിയിലിരിക്കാനും ആത്മദൃഷ്ടിയിലൂടെ കാണുവാനും, അതായത് ഞാൻ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് ഇതിൻ്റെ അധികാരിയാണ്, മാലിക്കാണ് എന്നുള്ള രൂപത്തിൽ ആ ഒരു അഭ്യാസം തുടരുമ്പോൾ നമ്മളിലുള്ള ദേഹബോധം, ദേഹഭാൻ എന്താണോ അത് ഇല്ലാതാകും. एक बहुत सुंदर महाभारत का दृष्टांत आता है। युद्ध को जीतने के बाद, कौरवों पर विजय प्राप्त करने के बाद पांडव पहाड़ों पर गल गए. ഇതിനെക്കുറിച്ചൊരു കഥ മഹാഭാരതത്തിൽ പറയുന്നത്, അതായത് യുദ്ധം ജയിച്ചതിന് ശേഷം കൗരവരുടെ മേൽ പാണ്ഡവർക്ക് വിജയമുണ്ടായതിനു ശേഷം പാണ്ഡവർ പർവ്വതത്തിൽ പോയി ഉരുകി മരിച്ചു എന്നൊക്കെയാണ് കഥ. ऐसा कोई गलेगा क्या? शरीर गला देना तो आत्महत्या हो गई. അപ്പം അങ്ങനെ എവിടെയെങ്കിലും ഉരുകി മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവോ? പിന്നെന്തിനാ ജയിച്ചത്? जिनके साथ स्वयं भगवान है, जिसने इतनी बड़ी जीत प्राप्त की, अधर्म को जीत के धर्म पर विजय प्राप्त की, और उसके बाद वो मर जाए जा करके वही पहाड़ पर. കഥയിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? സ്വയം ഭഗവാൻ കൂടെയുള്ള പാണ്ഡവര്, കൂടാതെ കൗരവരുടെ മേൽ വിജയം നേടിയവര്, അധർമ്മത്തിൻ്റെ മേൽ ധർമ്മത്തിന് വിജയം കൊണ്ടുവന്നവര്, അവർ മരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ജയം ഉണ്ടായത്? तो उन सब ने अपने अपने देहभान को गला दिया. देहभान समाप्त, मैंने किया, मैं कर रहा हूँ. कहीं भी उनके जीवन में मैं ना आ जाए, उस मैं के अभिमान को गलाया. അപ്പം അവിടെ വാസ്തവത്തിൽ സംഭവിച്ചത് ഞാൻ ചെയ്തതാണ്, എന്നിലൂടെ നടന്നതാണ് എന്നുള്ള ഞാൻ എന്നുള്ള അഭിമാനത്തെ, ആ ദേഹം എന്നുള്ള ബോധത്തെ അവിടെ പൂർണ്ണമായിട്ടും ഉരുക്കിക്കളയാണ് ചെയ്തത്. सभी विकारों पर भी विजय अगर हो जाए, उसके बाद भी किसी को आ जाए मैंने विकारों पर जीत प्राप्त की, मैंने इन पर विजय प्राप्त की, तो क्या है? ये भी अभिमान है ना. അതായത് എല്ലാ വികാരങ്ങളും ജയിച്ചു ശരി തന്നെ, പക്ഷേ നമ്മളുടെ ഉള്ളിൽ ആ ഒരു അഭിമാനം വരികയാണ്, ഞാൻ എല്ലാ വികാരവും ജയിച്ചു എന്നുള്ളത്. അതും കൂടി ഒരു തരത്തിൽ ഞാനെന്ന് വരുമ്പോൾ തന്നെ അവിടെ അഭിമാനമായില്ലേ. इसलिए ब्रह्मा बाबा ने जो संपूर्णता को प्राप्त किया, उसके लिए 3 ही शब्द यूज किए: निराकारी, निर्विकारी, निरहंकारी. ഇപ്പോൾ ബ്രഹ്മാബാബ തൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയെ പ്രാപിച്ചപ്പോൾ ബ്രഹ്മാബാബ നമുക്ക് വേണ്ടി നൽകിയ 3 വാക്യങ്ങളുണ്ട്, 3 ശബ്ദങ്ങൾ. ഏതാണ്? നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. निरहंकारी बनने से निराकारी स्टेज सहज बनती है, और निराकारी बनने से निर्विकारी स्टेज बनती है. നിരഹങ്കാരി, നിരാകാരി, നിർവികാരി എന്നാണ്. നിരഹങ്കാരി ആകുമ്പോഴാണ് എളുപ്പത്തിൽ നിരാകാരിയാകാൻ പറ്റുക. നിരാകാരി സ്ഥിതി വരുമ്പോഴാണ് നിർവികാരി എളുപ്പത്തിൽ സാധ്യമാവുക. निराकारी निर्विकारी बनने के बाद कहीं अहंकार आ जाए, मैं निर्विकारी हूँ, मैं योगी हूँ, मैं पवित्र हूँ, निरहंकारी, उसका भी अहंकार नहीं. നിരാകാരിയുമായി നിർവികാരിയുമായി എന്നിട്ടാണ് അഹങ്കാരം വരുന്നത്. ഞാൻ നിരാകാരിയുമാണ്, നിർവികാരിയുമാണ്. അപ്പം ആ അഹങ്കാരം പോലും ഇല്ലാതാക്കണം. അത് तो जब भी एकांत मिलती है और कोई अभ्यास नहीं, मैं आत्मा इस शरीर से अलग, ये शरीर का भान गल जाए. ये नहीं मैं स्त्री हूँ, मैं पुरुष हूँ, मैं इस आयु का हूँ, मैं इस आयु का हूँ. ये जो भान है ये बहुत आत्मा को बंधन में बांध देता है. ഇപ്പോൾ നമ്മൾ ഏകാന്തതയിലിരിക്കുമ്പോൾ ബായിജി പറയാണ് എല്ലാവരും ഈ അഭ്യാസം ചെയ്യുക. അതായത് ഞാൻ ആത്മാവാണ്, ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടതാണ് എന്നുള്ള അഭ്യാസം ചെയ്യുക. അല്ലാതെ ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്, ആ ജാതി ഈ ജാതി ഈ തരത്തിലുള്ള ഒന്നും തന്നെ ഉണ്ടാകരുത്. അത്രയും ദേഹഭാനത്തിൽ നിന്ന് നമ്മൾ ഉപരിയാകണം. रोज आधा घंटा अलग से एकांत में बैठ जाओ, अपने लिए समय दो. मैं आत्मा इस शरीर से अलग हूँ, मैं एक लाइट हूँ, मैं एक ज्योति हूँ, मैं प्रकाश में हूँ. बहुत अच्छा चिंतन करते करते उस स्वरूप पर टिक जाओ, तो धीरे धीरे ये लगेगा ये अलग है, मैं अलग हूँ. योग की यथार्थ स्टेज देह और देही का, आत्मा और शरीर का अलग अलग अनुभव होना. അതായത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഏകാന്തതയിലിരിക്കുമ്പോൾ ഈ ഒരു അഭ്യാസം നിങ്ങൾ ചെയ്യുക. കേവലം ഞാൻ ആത്മാവാണ്, ജ്യോതിയാണ്, പ്രകാശമാണ്, ആ ഒരു സ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുക. അതായത് ആത്മാവ് വേറെ ശരീരം വേറെ എന്നുള്ളത് ശരിക്കുള്ള അനുഭവം തന്നെയാണ് ഒരു യോഗി എന്നുള്ളത്, യോഗം എന്നുള്ളത്. तो इस अभ्यास से दृष्टि बड़ी शुद्ध पवित्र ब्राह्मणों की जो होनी चाहिए वो बन जाएगी.
അപ്പോൾ ഈ ഒരു അഭ്യാസത്തിൽ കൂടിയാണ് ബ്രാഹ്മണരുടെ ദൃഷ്ടി ഏതാണോ ശുദ്ധവും പവിത്രവുമായിരിക്കേണ്ടത് അത് നേടിയെടുക്കാൻ സാധിക്കും. देखो जितने हमारे भारत के संत हुए, जैसे सूरदास की कहानी है, तुलसीदास की कहानी है, इन सब की दृष्टि का परिवर्तन हुआ है. उसने अपनी दृष्टि को परिवर्तन करने के लिए आंखें निकाल दी. कहानी में आता है बाबा तक आंखें निकाली नहीं, इनको बदलना है, परिवर्तन करना है. तो काम विकार जो महाशत्रु है वो दृष्टि के द्वारा देखने से अत्यधिक उत्पन्न होता है. और बाबा अपने बच्चों को संपूर्ण पावन बनाना चाहता है. ब्राह्मण माना संपूर्ण पवित्र, संपूर्ण शुद्ध, उसके लिए दृष्टि का ऑपरेशन है. दृष्टि बदल गई तो सृष्टि बदल जाएगी. അതായത് പണ്ട് കാലങ്ങളിൽ ഋഷിമുനിമാരൊക്കെ അവർ സന്യാസം സ്വീകരിച്ചതിൽ ചില കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ബാബയും പറയാറുണ്ട്. സൂർദാസിൻ്റെയും തുളസിദാസിൻ്റെയും ഒക്കെ അവർ ആദ്യം ആരംഭിച്ച ദൃഷ്ടിയുടെ പരിവർത്തനമാണ്. അങ്ങനെ ദൃഷ്ടി പരിവർത്തനം ചെയ്ത് സൂർദാസ് തൻ്റെ കണ്ണുകൾ തന്നെ ചൂഴ്ന്നെടുത്തു എന്നാണ് കഥ. ബാബ ഇവിടെ അങ്ങനെ കണ്ണുകൾ കുത്തിയെടുക്കാൻ പറയുന്നില്ല, പക്ഷെ ബാബ പറയുന്നത് ദൃഷ്ടിയെ നിങ്ങൾ പരിവർത്തനപ്പെടുത്ത്. ദേഹം എന്നതിന് പകരം ആത്മ എന്നുള്ള ദൃഷ്ടിയിലേക്കാണ് നമ്മൾ മാറേണ്ടത്. तो मेहनत यही है कि घर गृहस्थ में रहो, परिवार में रहो, प्रवृत्ति में रहो, पति पत्नी साथ रहो, और ये भान खत्म हो जाए ये मेरी पत्नी है, ये मेरा पति है, हम आत्माएं हैं, हम ब्राह्मण कुलभूषण हैं, हम इस सृष्टि पर खेल खेलने के लिए आए हैं, हम पाठधारी हैं. वो जो देह भान है, जो आज लौकिक रिश्ते बने हुए हैं, उन रिश्तों में रहते हुए न्यारा बनना ये अलौकिकता है और ये ब्राह्मणों की है. അപ്പോൾ ബ്രാഹ്മണരുടെ കഴിവ് അതിലാണ്. അതായത് നമ്മൾ പരിവാരത്തിൽ തന്നെ ഇരിക്കണം, കുടുംബ പരിവാര വ്യവഹാരത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ ആത്മാവിൻ്റെ പാഠമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലൊരു ഭാനമുണ്ട്. അതായത് ഭാര്യ ഭർത്താവ് പല ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ ബന്ധത്തിൻ്റെ സ്മൃതിയിൽ നിന്ന് പോലും നമ്മൾ ഉപരിയായിട്ട് ബാബ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്, ആത്മാക്കൾ നമ്മൾ പാർട്ടധാരികളാണ്, പരസ്പരം നമ്മൾ സഹോദരി സഹോദരന്മാരാണ്. ആ ഒരു സ്മൃതിയിലേക്ക് മടങ്ങിയെത്തണം എന്നല്ലാതെ വീണ്ടും നമ്മൾ കുടുംബത്തിലിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവ് അത് ഇത് ഈ ബന്ധം ഈ ഒരു സ്മൃതിയിൽ നിന്ന് പോലും നമ്മൾ വേർപെടണം. केवल संगम युग पर बाबा अपने बच्चों को संपूर्ण पावन बनाने के लिए दृष्टि परिवर्तन करके पक्का सच्चा ब्राह्मण बनाता है. അപ്പോൾ ബാബ ഈ ഒരു സംഗമികത്തിൽ നമ്മൾ കുട്ടികൾ എന്താക്കാനാണ് മാറ്റുന്നത്, സത്യമായിരിക്കുന്ന സമ്പന്ന സ്വരൂപ ബ്രാഹ്മണരാക്കണം. അതായത് പാവന സ്വരൂപത്തിലേക്ക് മാറണം. അതുകൊണ്ട് ദൃഷ്ടി വളരെയധികം പവിത്രവും ശുദ്ധവുമായി തീരണം. और दृष्टि परिवर्तन के साथ हमारी वृत्तियाँ, हमारा दृष्टिकोण वो भी परिवर्तन. ദൃഷ്ടിയുടെ മാറ്റത്തിലൂടെ തന്നെ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ കാഴ്ചപ്പാടുകളിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. वृत्तियाँ अनासक्त हो जाए, कुछ भी हम देखें आसक्त न हो, उसकी तरफ हमारा लगाव न चला जाए. वृत्ति बहुत सूक्ष्म है, जैसा हम देखते हैं वैसा सोचते हैं, और सोचते सोचते जो बात बार बार चिंतन में आती है वो वृत्ति बन जाती है. അപ്പോൾ നമ്മുടെ വൃത്തി ഏത് തരത്തിൽ ബാബ പറയാറുണ്ടല്ലോ, അനാസക്ത വൃത്തിയുള്ളവരാകണം. ദൃഷ്ടിയിലൂടെ കാണുമ്പോഴാണ് നമുക്ക് ആകർഷണം ഉണ്ടാകുന്നത്. അത് വസ്തുവാകാം, വ്യക്തികളിലേക്ക് നമ്മുടെ ചിന്താഗതികൾ പോകുന്നത് എപ്പോഴാണ് നമ്മൾ ദൃഷ്ടിയിലൂടെ കാണും. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ദൃഷ്ടിയിലാണ് നമ്മൾ പരിവർത്തനം കൊണ്ടുവരേണ്ടത്. ദൃഷ്ടി ശുദ്ധവും നിർമ്മലവും ആക്കി തീർക്കണം. कई बार हम कह देते हैं कि हमने सोचा नहीं था, पता नहीं क्यों ऐसा बोल दिया, निकल गया. वास्तव में निकलता कब है, बोलते कब है, जब वृत्ति में कोई बात अंदर अंदर चल रही होती, वृत्ति के अंदर होती है, बाहर नहीं पता चलता, सोच में नहीं है, लेकिन वृत्ति में है. ये व्यक्ति ठीक नहीं है, ये व्यक्ति ने हमें धोखा दिया है, ये व्यक्ति ने मुझे परेशान किया है. उसकी कमी कमजोरी संस्कार जो हमारी वृत्तियों में चले गए वो कहीं ना कहीं बोल में प्रकट हो जाते हैं, निकल जाते हैं. फिर कहते हमने सोचा नहीं था, बोल दिया. लेकिन वो बोला क्यों? क्योंकि वो दृष्टि से वृत्ति में चला गया, और वृत्ति में बार बार वो बात सोच सोच करके कड़ी वृत्ति बन गई, पतित वृत्ति, दुख आसक्त वाली वृत्ति बन गई, और उसके कारण बोल निकल रहे हैं. പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്, ഞാൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ വായിന്ന് വീണുപോയി വാക്കുകൾ എന്നൊക്കെ പറയാറുണ്ട്.
അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വീണു പോകുന്നത് എങ്ങനെയാണ്? ദൃഷ്ടിയിലൂടെ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയിൽ ശേഖരിക്കപ്പെടുമ്പോൾ വൃത്തിയിൽ ആവർത്തിച്ച് അത് മനനം ചെയ്യും. അതായത് പുറത്തേക്കൊന്നും കാണാനുണ്ടാവില്ല, എന്നാലും ഉള്ളിൽ അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും. ഇന്ന വ്യക്തി ശരിയല്ല, ഇന്ന വ്യക്തി എന്നെ ചതിച്ചു, ഇന്ന വ്യക്തി ഇന്നത് പറഞ്ഞു. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ആവർത്തിച്ച് മനനം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാകും, നമ്മൾ വാക്കുകളിൽ ശബ്ദത്തിലൂടെ അത് പുറത്തേക്ക് വരും. और वृत्ति इतनी सूक्ष्म है, उनको इतनी जल्दी चेंज नहीं किया जा सकता. वृत्ति से संस्कार बाद में बने हैं, वृत्तियों में आते आते वो संस्कार बन गया. लेकिन वृत्ति को परिवर्तन करने के लिए कई बार आप सोचो, देखना, एक काम हम कर रहे हैं, मान लो हम यहाँ क्लास करा रहे हैं, आपके पास बात कर रहे हैं, आपसे मिल रहे हैं, सब कुछ है. जहाँ पर भी कोई स्नेह होगा, जहाँ पर कोई दुख मिला होगा, धोखा मिला होगा, कहीं भी लगाव होगा, आकर्षण होगा, वृत्ति वहाँ घूम रही होगी. यहाँ पर हम प्रैक्टिकल अलग हैं और अंदर अलग हैं. अब वो दोनों को समान बनाना, इसी में मेहनत है. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വൃത്തിയും നമ്മളുടെ ബാഹ്യതയും രണ്ടും ഒന്നായി മാറണം. ഇപ്പം നമ്മൾ ബൈജു ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളായിട്ട് സംസാരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വൃത്തിയിലുള്ള ഏത് ചിന്തകളാണ് ഉള്ളത് അതിനനുസരിച്ച്, ഇപ്പോൾ ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ അഥവാ സ്നേഹം ഉണ്ടെങ്കിൽ അവിടത്തേക്കാണ് നമ്മുടെ ബുദ്ധിയും മനസ്സും പോവുക. ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അവിടത്തേക്ക് പോയിട്ടുണ്ടാകണം. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ വൃത്തിയെ പോലെ തന്നെ നമ്മുടെ ബാഹ്യത, നമ്മുടെ വാക്ക് കർമ്മ എല്ലാം ഒന്നായിട്ട് സമാനമായിട്ട് മാറണം. मैंने एक दो बार बहुत गहराई से इसको चेक किया. बाबा सामने बैठा है, बाबा की मुरली सुन रहा हूँ, कान में हेडफोन लगा हुआ है, उंगलियाँ टाइप कर रही हैं, ध्यान भी बाबा की तरफ है, टाइप भी हो रहा है, अंदर स्मृति में ये है. लेकिन फिर भी कहीं ना कहीं वृत्ति बाहर चली जाती है. बहुत सूक्ष्म है वो. उस वृत्ति को चेंज करने के लिए व्रत लेने की जरूरत है, बहुत दृढ़ता का संकल्प. व्रत कहते हैं, व्रत ले लिया है, पानी नहीं पिएंगे. व्रत लिया है कि याद भी नहीं आना चाहिए आज भोजन करना है. व्रत लेने से सिद्धि प्राप्त होती है, मनोकामनाएं पूरी होती हैं. व्रत लेने से वृत्ति चेंज होती है. और व्रत है मेरा तो एक, दूसरा न कोई. അതായത് ബൈജി പ്രാക്ടിക്കൽ അവർ സ്വയം പരിശോധിച്ച് നോക്കിയതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബാബ മില്ലത്തിൻ്റെ ടൈമിൽ ബൈജി ഹെഡ്ഫോൺ ഇട്ട് ബാബയുടെ മുരളി കേൾക്കുന്നതനുസരിച്ച് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം മുരളി നെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈജി പറയണ എൻ്റെ സ്വന്തം അനുഭവമാണ്. ഞാൻ ഹെഡ്ഫോൺ ഇട്ട് ബാബയുടെ മഹാവാക്യം കേൾക്കുകയും ബാബയെ നേരിൽ കാണുകയും അതേസമയത്ത് ടൈപ്പ് ചെയ്യും ഉണ്ടാകുമ്പോഴും എൻ്റെ വൃത്തി എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത്രയും സൂക്ഷ്മമാണ് വൃത്തി. വൃത്തിയെ പരിവർത്തനം ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആവർത്തിച്ച് ചെയ്യപ്പെടുന്ന വൃത്തിയാണ് പിന്നീട് സംസ്കാരമായി മാറുമെങ്കിലും വൃത്തിയെ പരിവർത്തനം ചെയ്യാൻ നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടതായിട്ട് വരും. സാധാരണ നമ്മൾ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ, വ്രതം എടുത്താൽ എന്താകും, സിദ്ധിയെ പ്രാപ്തമാക്കാൻ പറ്റും, വ്രതം എടുത്താൽ കാര്യസിദ്ധി കാമനകൾ പൂർത്തിയാകും എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ വൃത്തിയെ പരിവർത്തനപ്പെടുത്തണമെങ്കിൽ നമ്മൾ വ്രതം അനുഷ്ഠിച്ചേ മതിയാകും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, വെള്ളം കുടിക്കാതിരിക്കുക അഥവാ ഇന്ന കാര്യം ചെയ്യാതിരിക്കുകയല്ല വ്രതം. ഇവിടെ നമ്മുടെ വ്രതം എന്തായിരിക്കണം? എൻ്റെ വൃത്തിയിൽ കേവലം ഒരു ബാബയല്ലാതെ മറ്റാരും ഇല്ല. बाबा की कई मुरलियाँ इस पर चली हैं. वृत्तियों को परिवर्तन करने के लिए व्रत लो, मेरा तो एक बाबा, दूसरा न कोई. मैंने बाबा को जीवन दी है, मैं बाबा का बच्चा हूँ. लौकिक में लोग कुछ भी कहें, कुछ भी बोलें, मुझे उनकी नहीं सुननी है. मुझे अपनी वृत्तियों को परिवर्तन करना, वृत्तियों को पवित्र बनाना है, वृत्तियों को शुद्ध बनाना है. जितनी वृत्ति शुद्ध और पवित्र बन जाएगी उतने सच्चे पक्के ब्राह्मण बन जाएंगे. അപ്പം അതുകൊണ്ട് ബാബ പല മുരളിയിലും ഈ ഒരു കാര്യത്തെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് വൃത്തിയെ പരിവർത്തനപ്പെടുത്താൻ വ്രതം അനുഷ്ഠിക്കൂ എന്നാണ്. അപ്പം നമ്മുടെ വ്രതം എന്താണ്? ഒരു ബാബയല്ലാതെ രണ്ടാമതായി മറ്റാരുമില്ല. നമ്മളെ പരിവാരത്തിലിരിക്കുന്നവരാകും, എവിടെ ഇരിക്കുന്നവരാകും, ലോകത്തിലുള്ളവർ എന്ത് തന്നെ പറയട്ടെ, ഏത് തരത്തിൽ നമ്മളെ മാറ്റാൻ ശ്രമിക്കട്ടെ, പക്ഷെ നമ്മുടെ ഉള്ളിലെ വൃത്തി എന്തായിരിക്കണം? വ്രതം എന്തായിരിക്കണം?
എൻ്റേത്, ഞാൻ ബാബയുടേതാണ് എന്നുള്ളത്. അപ്പം ഞാൻ ബാബയുടേതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താകും? വൃത്തി പരിവർത്തനമാകും, ശുദ്ധവും പവിത്രവുമായിട്ട് മാറുക തന്നെ ചെയ്യും. वृत्ति परिवर्तन के साथ हमारी स्मृतियों में परिवर्तन आए, क्योंकि कई बातें अंदर इतनी स्मृति में हैं, वर्तमान जो भी सुन रहे हैं वो स्मृति में नहीं रहता। अभी मुरली सुनी, घर गए, भूल गया। कारण जो पास्ट की स्मृतियां हैं उनको हमने विराम नहीं लगाया, फुल स्टॉप नहीं लगाया, वो बार बार अंदर अंदर चलती रहती है। इसने ऐसा किया, उसने ऐसा किया, ऐसा हुआ, वैसा हुआ, जो समाचार सुना, देखा, इधर उधर की बातें जो हुई, स्मृतियों में अगर देखा जाए, जो पुराने हैं, बुजुर्ग हैं, माताएं हैं, वो कहेंगी हमारी याददाश्त नहीं है, लेकिन उनको सारे संबंधी याद रहते हैं, सब बातें याद रहती है, कुछ नहीं भूलते। हम लोग भूल जाएंगे और कहते हैं हमारी स्मृति कमज़ोर है। वास्तव में स्मृति कमज़ोर नहीं है। उन स्मृतियों को विराम न दिया, फुल स्टॉप नहीं लगाया, और हम नई स्मृतियों को इसमें लाना चाहते हैं। खुद की स्मृति, बाबा की स्मृति, घर की स्मृति, वैकुंठ की स्मृति, कितनी बार बाबा को मेहनत करनी पड़ रही है कि इन स्मृतियों में रहो, इस याद में रहो, तो तुम्हारे विकर्म विनाश हो जाएंगे, संस्कार चेंज हो जाएंगे। लेकिन इन स्मृतियों की बजाय जो इस जीवन में कोई गलतियां हुई हैं, कोई विकर्म हुए हैं, कोई ऐसी घटनाएं घटी हैं, वो स्मृति में रहती हैं। वर्तमान जो हम सीख रहे हैं, पढ़ रहे हैं, वो स्मृति में नहीं रहता। स्मृति स्वरूप आत्मा ही सच्चा ब्राह्मण है। अगर विस्मृति है बार बार, तो कैसे ब्राह्मण कहलाएंगे? तो अपने को देखना, क्या मैं स्मृति स्वरूप हूँ? एक बाबा अंदर अंदर दिल में बसता है। അപ്പോൾ വൃത്തിയിലൂടെയാണ് അടുത്ത പരിവർത്തനം, സ്മൃതിയുടെ പരിവർത്തനം. അപ്പം സ്മൃതി എന്ന് പറയുമ്പോൾ വർത്തമാനത്തിൽ കേട്ടതൊന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. ഉദാഹരണമാണ്, രാവിലെ കേട്ട മുരളി ഇവിടുന്ന് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുമ്പോൾ അതൊക്കെ മറന്നിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ടുള്ള പഴയ ആൾക്കാരൊക്കെ പറയും എനിക്കധികം ഓർമ്മയൊന്നുമില്ല, എനിക്കൊരു കാര്യം ഓർമ്മ ഉണ്ടാവാറില്ല. പക്ഷെ പഴയ കാര്യങ്ങളും എല്ലാ സംബന്ധികളും എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടാകും. അപ്പം അതിൻ്റെ ആധാരം എന്താണ്? കഴിഞ്ഞു പോയ സ്മൃതികളൊന്നും അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാറില്ല. അതിനെ ആവർത്തിച്ച് ഓർമ്മിച്ച് കൊണ്ടുവരുമ്പോൾ പുതിയ സ്മൃതികൾ അതിലേക്ക് അഡിഷൻ ചെയ്യാൻ പറ്റാതാകുന്നു. അപ്പോൾ ബാബ നമുക്കിപ്പോൾ സ്മൃതി നൽകിയത്, ഒന്ന് സ്വയമിൻ്റെ സ്മൃതി നൽകി, ബാബയുടെ സ്മൃതി നൽകി, പരന്താമ വീടിൻ്റെ സ്മൃതി നൽകി, വൈകുണ്ഠത്തിൻ്റെ സ്മൃതി നൽകി. എല്ലാ സ്മൃതികളെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ബാബ എത്ര പ്രാവശ്യം ആവർത്തിച്ച് നമ്മളോട് പറയേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വൃത്തിയെ പരിവർത്തനം ചെയ്യുന്നതോടൊപ്പം തന്നെ സ്മൃതിയിൽ മാറ്റം വരണമെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ബാബ, ഒരു ബാബയല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? മറ്റൊന്നും തന്നെ നമ്മൾ അതിലേക്ക് കടത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. कौन सी स्मृतियों को फुल स्टॉप लगाना है और कौन सी स्मृतियों में रमण करना है, ये दोनों बातें हैं। स्मृति स्वरूप बनने के लिए कुछ स्मृतियों को फुल स्टॉप लगाना है। जो देह अभिमान से कर्म हुए हैं, बोल हुए हैं, गलतियां हुई हैं, उन स्मृतियों को विराम लगा दो। और जो अच्छे अनुभव हुए हैं, लौकिक जीवन में भी कई अच्छे अनुभव हुए हैं, अलौकिक जीवन में, योग में, बाबा से मिलने में बहुत सारे अच्छे अनुभव हुए हैं, उन स्मृतियों को रिवाइज करो, उनको सामने लाओ, स्मृति स्वरूप बन जाएंगे। അപ്പോൾ സ്മൃതി സ്വരൂപരാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാം മറക്കുക എന്നല്ല. ചില കാര്യങ്ങൾ നമ്മൾ സ്മൃതിയിൽ കൊണ്ടുവരാൻ പാടില്ല, ചിലതിനെ കൊണ്ടുവരികയും വേണം. ഏതിനെ മറക്കണം, ഏതിനെ ഓർമ്മിക്കണം എന്നുള്ളതും നമുക്കറിയണം. അപ്പോൾ ദേഹബോധത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്തു പോയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നമുക്ക് ദുഃഖം നൽകിയ, പ്രയാസങ്ങൾ ഉണ്ടാക്കിയതൊക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മറക്കണം. നല്ല നല്ല ജീവിത അനുഭവങ്ങളുണ്ട്, പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ച അനുഭവങ്ങൾ ഉണ്ടാകാം, അത് ലൗകികത്തിലും ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള സ്മൃതികൾ നമ്മൾ കൊണ്ടുവരണം. ഈ ജന്മത്തിലാണെങ്കിലും ബാബയോട് മിലനം ചെയ്ത അനുഭവങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ അലൗകിക ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം. അതൊക്കെ നമ്മുടെ സ്മൃതിയിൽ കൊണ്ടുവരണം. कईयों को ऐसी घटनाएं हुई हैं, दुख की, धोखे की, जो भूलती नहीं हैं,
ब्राह्मण बनने के बाद भी बार बार वही याद आता है, दुख का अनुभव होता है, खुशी गायब हो जाती है, बार बार योग टूट जाता है। कहते क्या करूं, बार बार वो बात अंदर आती है, बार बार आती है। तो क्या करना चाहिए ऐसे समय पर, क्या करना चाहिए? ചിലവർക്ക് ഇപ്പോഴും അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. മറക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മയിൽ വരും. ചിലവർ നമുക്ക് ദുഃഖം നൽകിയതാകാം, ചതിച്ച കാര്യങ്ങളാകാം, അഥവാ ചിലത് പ്രയാസമേറിയ ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ. അപ്പോൾ പറയാറുണ്ട്, ഞാൻ ഇതൊക്കെ മറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരാറുണ്ട്, എന്താ ചെയ്യേണ്ടത്, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? आज की मुरली में बाबा ने उसकी विधि बताई थी। कई बच्चों से गलती होती है, उसका पश्चाताप करते, बार बार सोचते रहते मेरे से ऐसा हो गया, मेरे से ऐसा हो गया, मेरे से ऐसा हो गया, दुखी होते रहते हैं। अरे बच्चे, बीत गई, ख़त्म, फुल स्टॉप लगा, उसको सोचो नहीं, आगे के लिए अटेंशन रखो कि हाँ आगे नहीं होगा, गलती नहीं होगी, हो गई सो हो गई। लेकिन उसकी एक विधि है, केवल ऐसे नहीं भूलेगी, उसकी विधि है। कोई ऐसी बातें हो गई जो गलत हैं, मर्यादा के विपरीत हैं, नहीं होनी चाहिए, हो गई, रिवाइज ना हो, उसके लिए बाबा के सामने बैठो, उनको धर्मराज रूप में देखो, उनसे क्षमा मांगो, बाबा मेरे से गलती हो गई, आगे के लिए मैं बिल्कुल इस बात से मुक्त रहूँगी, अटेंशन दूंगी। और अगर बार बार फिर भी आती है तो एक कागज़ पर लिख कर के बाबा के भंडारे में, पत्रों की भंडारी में डाल दो। लगता है कोई पढ़ न ले तो जाके आग में डाल दो, लेकिन लिख करके बाबा को समर्पित कर दो। അപ്പോൾ ബാബ അതിന് വേണ്ടിയിട്ട് ഒരു പോംവഴി പറഞ്ഞത് ഇന്നത്തെ മുരളിയിൽ തന്നെയുണ്ട്. ബാബ പറയാറുണ്ട്, കുട്ടികൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തോർത്ത് പശ്ചാത്തപിക്കാറുണ്ട്, കരയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബാബ അതിൽ പറഞ്ഞിട്ടുണ്ട്, പശ്ചാത്താപത്തിനൊരു പരിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ ബായിജി പറയുകയാണ്, അതുപോലെ തന്നെ ബ്രാഹ്മണ ജീവിതത്തിലാണെങ്കിലും ചില തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ ചിന്തിച്ച് എന്നെ കൊണ്ട് ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി പശ്ചാത്തപിക്കുകയല്ല, പകരം നമ്മൾ ബാബയുടെ മുന്നിൽ അത് തുറന്ന് ഏറ്റു പറഞ്ഞ് അതിന് ക്ഷമ ചോദിക്കുക എന്നാണ്. അപ്പോൾ ബായിജി പറയാണ്, ബാബ റൂമിൽ ബാബയെ ധർമ്മരാജാവിൻ്റെ രൂപത്തിൽ കണ്ടുകൊണ്ട് ബാബയോട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട്, ബാബ ഇനി മുതൽ ഞാനിത് ആവർത്തിക്കുകയില്ല, ഇതുപോലെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ചെയ്യാണ്, ഞാൻ ഇനി മുന്നോട്ട് ഞാൻ വളരെയധികം ശ്രദ്ധ നൽകും. ബാബ ഇന്നത്തെ മുരളിയിൽ അത് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ബാബയുടെ മുന്നിൽ ഇനി നമുക്ക് കൂടുതലും ഇനിയും പശ്ചാത്താപം ഉണ്ടെങ്കിൽ അതിനെ ഒരു കടലാസിൽ എഴുതിയിട്ട് ലെറ്റർ ബോക്സിലിട്ട് ആരെങ്കിലും വായിക്കുമെന്ന് വിചാരിച്ച് അതിനെ കൊണ്ടുപോയി കത്തിച്ച് കളയും. എന്നാലും ബാബയുടെ മുന്നിൽ തൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് സമ്മതിച്ച് ക്ഷമ ചോദിക്കും. स्मृतियों में निरंतर एक बाबा बसे, बस बाबा ही मेरा संसार है, दूसरा कोई नहीं है, तब आत्मा शुद्ध और पवित्र पक्के सच्चे ब्राह्मण बनेंगे. അതുകൊണ്ട് നമ്മുടെ സ്മൃതിയിൽ കേവലം ഒരു ബാബയല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാകരുത്. നിരന്തരം അത്തരത്തിലുള്ള സ്മൃതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ആത്മാവ് എന്തായി മാറും? സത്യമായ പക്കാ ബ്രാഹ്മണൻ, ശുദ്ധ ബ്രാഹ്മണ, സമ്പന്ന ബ്രാഹ്മണനായിട്ട് മാറും. अब चौथी बात आती है बोल की. हम सब जानते हैं ब्राह्मणों के बोल कैसे होने चाहिए. कहते हैं बोल बड़े अनमोल. हम सबको अपनी वाणी पर बहुत अटेंशन देने की ज़रूरत है. जितने टकराव हो रहे हैं, संबंधों में दूरियां बढ़ रही हैं, जितने विघ्न आ रहे हैं, उन सब का कारण है वाणी पर कंट्रोल नहीं. इस पर थोड़ा सा बहुत अटेंशन देने की जरूरत है. നാലാമത്തെ പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത്, വാക്ക്, നമ്മുടെ ശബ്ദം. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ കാരണം കൊണ്ടാണ് ഇന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങളും സംഘർഷങ്ങളും അതുപോലെ തന്നെ ബന്ധങ്ങളിലുണ്ടാകുന്ന അകൽച്ചയും ഇതൊക്കെ ഇതിൻ്റെ കാരണമാണ്, നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണ്. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ വാക്കുകളിൽ വളരെയധികം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ബാബ പറയാറുണ്ടല്ലോ, നമ്മുടെ വാക്കുകൾ വളരെയധികം മുത്തുകൾ പോലെ ആയിരിക്കണം, അമൂല്യമായിരിക്കണം എന്ന്. कहते हैं ब्राह्मण वो है जिसके बोल वरदानी हो. ബാബ പറയാറുണ്ട്, ബ്രാഹ്മണർ അവരാണ് ആരുടെ വാക്കുകളാണോ
വരദാനിയായിരിക്കുന്നത്. क्योंकि हम सब जब पवित्रता का संकल्प लेते हैं तो हमारे हर संकल्प हर बोल सिद्ध होने लगते हैं. പവിത്രതയുടെ പ്രതിജ്ഞ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോ സങ്കല്പം ഓരോ വാക്കും എന്താകും, അത് സിദ്ധിക്കപ്പെടും. और सिद्ध होने लगेंगे और बोल दिया कोई साधारण बोल, ये सुधरेगा ही नहीं, ये बदलेगा ही नहीं, ये तो है ही ऐसा. कई माताएं अपने पति के लिए ज्ञान में नहीं चलता है, बिगड़ डालता है, यही असुर, ये तो है ही रावण, ये तो सुधरेगा ही नहीं. श्राप क्यों दे रहे हो? അതായത് ബ്രാഹ്മണനായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ എന്ത് പറയുന്നു അത് സാധിക്കും എന്നാണ്. അപ്പോൾ ബായിജി പറഞ്ഞു തരാണ്, ചിലപ്പോൾ അമ്മമാരങ്ങനെയുണ്ട്, അമ്മമാർ 2 വർഷം ഉണ്ടാവും. അപ്പം അമ്മമാർ ചിലപ്പോൾ പതിമാർ ജ്ഞാനത്തിൽ ഉണ്ടാവില്ല, വിഘ്നങ്ങൾ ഉണ്ടാക്കും, തടസ്സങ്ങൾ സൃഷ്ടിക്കും. അപ്പം അമ്മമാർ 100 വട്ടം പറഞ്ഞു നോക്കും, പറ്റുന്നില്ല എങ്കിൽ പിന്നെ അമ്മമാരുടെ ശബ്ദം മാറും, ഇയാളെപ്പോഴും ഇങ്ങനെ തന്നെ അസുരനാണ്, രാവണനാണെന്ന് പറയും. इसलिए बोल पर ध्यान देना. अगर किसी के जीवन को बदलना है, शुभ भावना है कि बदल जाए, तो कभी भी एक दूसरे के प्रति ऐसे बोल नहीं बोलो जो उसको श्रापित कर दे. അതുകൊണ്ട് നമ്മൾ ഓരോ വാക്കുകൾ സങ്കല്പിക്കും. ഇപ്പോൾ ഒരു വ്യക്തിയിൽ മാറ്റം കൊണ്ടുവരണം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ പ്രതി അത് ശാപമായി തീരുന്ന രീതിയിലുള്ള സങ്കല്പമോ വാക്കുകളോ ആയിരിക്കരുത്. നേരത്തെ പോലെ അവർ പരിവർത്തനമാകും, അവർ ശരിയാകും എന്നുള്ള ശുഭഭാവന നമ്മുടെ ഉള്ളിൽ നിന്നും വരണം. कईयों के अभी तक भी पिछले जन्म वाले बोल जो शूद्रपने के हैं वो भी निकल जाते हैं. उस पर बहुत ध्यान देना. कोई भी ऐसी वाणी न निकले जो लोग कहें ये भी ऐसे बोलते हैं. അതായത് ബ്രാഹ്മണരായിരുന്നാൽ പോലും ചില കുട്ടികളുടെ ഭാഷയിൽ മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ല. പിച്ചില ജന്മം, അതായത് നമ്മുടെ ശൂദ്ര ജന്മത്തിൻ്റെ വാക്കുകളുടെ പ്രയോഗം ഉണ്ടാകും. അപ്പോൾ അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ പറയും BK ആണ്, ബ്രാഹ്മണനാണ്, എന്നിട്ട് ഇങ്ങനത്തെ വാക്കുകളാണല്ലോ പറയുന്നത്. അങ്ങനെ പറയിപ്പിക്കരുത്. इसलिए ये जो जबान है ना, कहते हैं जबान जो है ना डबल काम करती है. ये जबान जीभ एक बोल करके संबंध बिगाड़ देती है और एक लोभ लालच के बस स्वार्थ बिगाड़ देती है. कोई चीज़ अच्छी लगती है खाने पीने की, देखते ही ये खा लूँ, ये खा लूँ, ये खा लूँ, और खाते ही शरीर बेकार हो जाता है और बोलते ही संबंध बिगड़ जाते हैं. इसलिए जैसे आँखों पर ध्यान देने की ज़रूरत है, ऐसे हम सबको अपनी जीभ पर बहुत ध्यान देना. नहीं तो जीभ एक तरफ कतरनी का काम करती है, कैंची का काम करती है, और दूसरी तरफ चटोरेपन का काम करती है. जो देखा ये खाऊं, ये खाऊं, ये खाऊं, फटाफट बुद्धि खाने पीने में चली जाती. और योगी जीवन ब्राह्मणों के लिए ये जो नियम और संयम हैं, ये जो मर्यादाएं हैं, उन पर पक्के हैं तो ब्राह्मण हैं. अगर लोभ लालच में आ गए तो ब्राह्मण पक्के नहीं बन सकते. ഇപ്പോൾ ഇതുപോലെ നേരത്തെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ദൃഷ്ടിയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നവരാകണം. അതുപോലെ തന്നെ നമ്മുടെ ഈ നാവുണ്ടല്ലോ, ഈ നാവിനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അത് 2 കാര്യം ചെയ്യും. ഒന്ന് കത്രിയുടെ കാര്യം ചെയ്യും, അതായത് നമ്മുടെ ശബ്ദത്തിലൂടെ വാക്കുകളിലൂടെ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്ന കാര്യവും ചെയ്യും. അതേ സമയത്ത് തന്നെ എന്തെങ്കിലും നല്ല വസ്തുക്കൾ കണ്ടാൽ അത്യാഗ്രഹത്തിലേക്ക് ഇതിലേക്ക് പോകുക, അതായത് ഇതെല്ലാം കഴിക്കണം. അതോടെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും കൂടി അത് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് 2 പ്രകാരത്തിലുള്ള നഷ്ടത്തിലൂടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ശബ്ദപ്രയോഗം ഏതാണോ വാക്കുകൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. तो ब्राह्मणों को अपने बोल कंट्रोल करने के लिए इस स्लोगन को रोज़ याद करना चाहिए. कम बोलो, धीरे बोलो, मीठा बोलो, सम्मानजनक बोल, आवश्यक बोल ही बोलो और कुछ नहीं बोलो. അതുകൊണ്ട് ബ്രാഹ്മണന് എപ്പോഴും നമ്മുടെ വാക്കുകൾ നല്ല രീതിയിൽ ഉണ്ടായിരിക്കണമെങ്കിൽ, നമ്മളുടെ വാക്കുകൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണമെങ്കിൽ ഈ സ്ലോഗൻ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ബാബയുടെ മധുരമായി സംസാരിക്കുക, പതുക്കെ സംസാരിക്കുക, കുറച്ച് സംസാരിക്കുക, ആദരവ് സൂചകമായി സംസാരിക്കുക, സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. बाबा की अव्यक्त मूल्यों में
मैंने नोट किया हर साल एक मुरली बोल के ऊपर चली है। कई सालों तक लगातार बाबा ने बोल पर बहुत ध्यान खिंचवाया। बच्चे बोल कैसे होने चाहिए, ब्राह्मणों के बोल क्या होते हैं, बोल के सिखाया है। अव्यक्त रूप में कैसे बोलता है बाबा। ബാബ ഒരു വർഷത്തെ അവ്യക്ത മുരളിയിൽ, അതായത് ഒരു വർഷത്തിൽ ഒരു മുരളിയെങ്കിൽ അവ്യക്ത മുരളി വാക്കുകളുടെ ആധാരത്തിലായിരിക്കും. ശബ്ദം, നമ്മുടെ വാക്ക് പ്രയോഗം എങ്ങനെയുള്ളതായിരിക്കണം, നിങ്ങൾ സംസാരിക്കേണ്ടത് ഏതുപോലെ ആയിരിക്കണം, എങ്ങനെയുള്ള വാക്കുകളാണ് പറയേണ്ടത്, അതിനെക്കുറിച്ച് തന്നെ ബാബ പറയാറുണ്ട്. हर एक को इस बात पर बहुत अंडरलाइन करना है कि ऐसे नहीं जो आया बोला, जब आया बोल दिया, चुप रहो। कहते एक चुप 100 भला, 100 काम हो जाते हैं एक बार चुप होने से। ऐसे चुप नहीं हो जाओ जो अंदर अंदर चलता रहे, लेकिन जो जरूरी है उतना बोलो। जितना जरूरी है, बाजा है बजाओ, लेकिन जितना जरूरी उतना ही। तो हम सब ब्राह्मण सच्चे पक्के बनने के लिए बोल पर भी ध्यान दें और साथ साथ कर्म ऐसे हों जो लोगों को प्रेरणा प्राप्त हो, सीखें कैसे ये रहते हैं, कैसे कर्म करते हैं। कर्म से गुणों का दान होता है. അതുകൊണ്ട് സത്യവും പവിത്രവും സമ്പന്നവുമായിരിക്കുന്ന ബ്രാഹ്മണനാകണമെങ്കിൽ നമ്മൾ വാക്കുകൾ വളരെയധികം ശ്രദ്ധ കൊടുക്കണം. എന്ത് തോന്നിയ എപ്പോൾ തോന്നിയ അങ്ങനെ പറഞ്ഞു കളയുന്നതല്ല. ഇതൊരു വാദ്യമാണ്, ശരി തന്നെ, ഈ വാദ്യ ഉപകരണം ഉപയോഗിക്കുക തന്നെ വേണം. പക്ഷേ എപ്പോൾ വേണം, എത്ര വേണം, അത്ര മാത്രം. ഒന്നും പറയേണ്ടതില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതുകൊണ്ട് തന്നെ ബാബ പറയാറുണ്ട് ഏക്ക് ചുപ്പ്, അതായത് ഒരു പ്രാവശ്യം നമ്മൾ മിണ്ടാതിരുന്നാൽ അതിൽ 1000 കാര്യങ്ങൾ നടക്കും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ്, അല്ലെങ്കിൽ സുഖം കിട്ടുമെന്നാണ് പറയാറുള്ളത്. അപ്പം അതുപോലെ വാക്കുകളിൽ ശ്രദ്ധ കൊടുക്കുന്നത് പോലെ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുകയാണ് കർമ്മം. നമ്മുടെ കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കുന്നതായിരിക്കണം. കർമ്മത്തിൽ കൂടിയാണ് ഗുണദാനം ചെയ്യാൻ പറ്റുക. कई बार कोई हमारी सेवाएं होती हैं, बहुत अधिक होती हैं, थक जाते हैं और उस थकने के बाद चिड़चिड़ापन आता है. और चिड़चिड़ापन समझते हैं शायद, अपनी भाषा में बता. അതായത് ചിലപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സേവനം ഉണ്ടാകണം, സേവനം ചെയ്ത് ചെയ്ത് തീരെ ക്ഷീണിക്കുമ്പോൾ പിന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. काम करेंगे भी, काम करेंगे, ऐसे नहीं करेंगे, करना पड़ेगा, करेंगे, लेकिन अंदर अंदर घुट करके कुछ उल्टा सीधा बोलते हुए, चिड़चिड़ चिड़चिड़ करते हुए काम किया तो वो कर्म है, लेकिन वो कर्म सुख नहीं दे रहा है. ऐसे कर्म ब्राह्मण आत्मा नहीं कर सकती. ഇപ്പോൾ സാധാരണ നമ്മൾ ക്ഷീണം പിടിക്കുമ്പോൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും, മറ്റുള്ളവർ വായും കൊണ്ടും വഴക്കും പറയും, മനസ്സിലും കുറേ അവരെ പറഞ്ഞുകൊണ്ടിരിക്കും, പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ കർമ്മം ചെയ്യും. പക്ഷെ ആ കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് സുഖം, സ്വയംന് സുഖം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ബായിജി പറയണ ഒരു സത്യബ്രാഹ്മൺ അങ്ങനത്തെ ഒരു കർമ്മം ചെയ്യാൻ സാധ്യമല്ല. जैसे आपको भोजन बनाने के लिए कहा जाए, कहेंगे यही काम मुझे रोज करना है क्या, यही काम के लिए मैं आई हूँ क्या, इसीलिए समर्पित हुई हूँ क्या, इसीलिए मैं बहुत सारा करते रहेंगे, कर भी रहे हैं और अंदर अंदर नेगेटिव सोच रहे हैं, ऐसा इसी के लिए आए हैं क्या, इसी यही करना है क्या, हम इसीलिए बीके बने हैं क्या. बहुत सारे ऐसे जो नेगेटिव संकल्प कर्म कर रहे हैं, लेकिन जो अंदर अंदर चल रहा है वो कर्म को गलत कर रहा है, वो कर्म का परिणाम श्रेष्ठ नहीं होगा. അപ്പം അതുപോലെ തന്നെ ഉദാഹരണത്തിന് പറയണ, ഇപ്പോൾ നമുക്കൊരു കിച്ചൺ സേവയാണ് നമ്മുടെ ഭാഗത്ത് കിട്ടിയതെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മുടെ ഉള്ളിൽ വിഷമിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണോ, ഞാൻ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സറണ്ടർ ആയത്, അല്ലെങ്കിൽ ഞാൻ BK ആയത് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ. ഇങ്ങനെ നെഗറ്റീവ് ചിന്തിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ആ കർമ്മത്തിൻ്റെ പരിണാമം അത്ര നല്ലതായിരിക്കില്ല. एक अनुभव सुनाता हूँ मैं. मधुबन में जब मैंने फोटोकॉपी डिपार्टमेंट संभाली, मुरली तो थी, तो उस डिपार्टमेंट ने मेरे को बहुत चिड़चिड़ा बना दिया. चिड़चिड़ा ये बना दिया, ऑफिस में जहाँ पर मशीन थी फोटोकॉपी की, टाइपिंग की, उसके साथ मुझे कमरा मिला सोने का. और हमारे जो साथी थे 1-2 वो दूसरी जगह सोते थे. तो जिसको भी कोई काम पड़े, जब भी काम पड़े, न दिन न रात,
सोए हुए हैं गहरी नींद में, भाई जी बहुत ज़रूरी है ये फोटोकॉपी कर दो, ये काम कर दो, बहुत ज़रूरी है, अभी अभी बंद होगा तो 2 घंटा 4 घंटा नहीं भी हो काम, कोई बड़ी ज़रूरत नहीं है। लेकिन एक संगठन में जब खुला हुआ है, वहीं सोए हुए हैं, वहीं ऑफिस है, तो मैंने देखा मैं चिड़चिड़ा हो गया, बहुत ज़्यादा ऐसे लगा कि ये तो कोई रेस्ट का टाइम ही नहीं है, कोई अपने लिए टाइम ही नहीं है। और कर देते लेकिन खुशी से नहीं करते, एकदम नाराज होके बोल करके, नहीं बोलेंगे तो मूड खराब करके। उस सेवा का रिटर्न क्या होगा, उस पर बहुत मैंने गौर किया, उस पर विचार किया, और इस संस्कार को चेंज करने के लिए बाबा को भी बहुत याद किया, बहुत मेहनत की इसके लिए। और थोड़े दिन के बाद फिर डिपार्टमेंट अलग हुआ, सोने का कमरा अलग हो गया, ठीक हो गया सब। लेकिन कहने का मेरा भाव है कि कई बार कर्म कर रहे हैं हम, सेवा कर रहे हैं, लेकिन वो सेवाएं हमें डिस्टर्ब कर रही हैं, चिड़चिड़ा बना रही हैं, तो उस सेवा का फल क्या मिलेगा, उस सेवा को श्रेष्ठ सेवा कैसे कहेंगे। ब्राह्मण आत्माएं ऐसी सेवा नहीं कर सकते। ബൈജു സ്വന്തം അനുഭവം തന്നെ പറയാണ്. ബൈജിക്ക് മുരളി ഡിപ്പാർട്ട്മെൻറ്റാണ്, അവരതാണ് സേവ. പക്ഷെ എന്നാലും അതോടൊപ്പം തന്നെ ഫോട്ടോ കോപ്പി ഡിപ്പാർട്ട്മെൻറ്റ് അവർ പരിപാലിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഇവരുടെ റൂം ഉണ്ടായിരുന്നതും, റെസ്റ്റ് എടുക്കേണ്ട റൂം ഉണ്ടായിരുന്നതും. അപ്പോൾ ഇവർ കൂടെ സഹായിയായിരുന്നു, അവർക്ക് വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ മധുബൻ എന്ന് പറയുന്ന ഒരു സാഗരമാണ്. അപ്പോൾ പലർക്കും ആ ഒരു സേവനം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ടൈം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര മണി നിന്ന് ഇത്ര മണി വരെ എന്ന്. പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം, സഹോദരിമാരാകട്ടെ ആരും ആകട്ടെ, അവർക്ക് എപ്പോഴാണോ അവർക്ക് ആവശ്യം അപ്പോൾ വന്നിട്ട് ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി വരും. അപ്പോൾ ബൈജോട് സമയമില്ല സമയത്തൊക്കെ വന്നിട്ട് പറയും, ഇതൊന്ന് അർജൻറ്റാണ്, വേഗം ഒന്ന് ചെയ്തു തരുമെന്ന് പറയും. ചിലപ്പോൾ ഇവർ റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം ആകാൻ തുടങ്ങിയപ്പോൾ ബൈജി പറഞ്ഞു, എന്നെ തന്നെ എന്തിനാ അപ്പോൾ ഈ സേവയ്ക്ക്, അവർക്ക് അറിയില്ല ഇപ്പം ഞാൻ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, അത് ഈ സമയത്ത് ആരെങ്കിലും വരുമോ, ഇങ്ങനെയൊക്കെ സങ്കല്പം ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ അവർ വഴക്ക് പറയുകയും ചെയ്യും. ചിലപ്പോൾ വഴക്ക് പറയാത്ത സമയത്തൊക്കെ മൂഡ് ഓഫ് ആയിട്ട് ഈ കാര്യമൊക്കെ ചെയ്തു കൊടുക്കും, ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കും. പക്ഷെ സ്ഥിതി ഉണ്ടാവുകയില്ല, സന്തോഷം ഉണ്ടാവുകയില്ല. അപ്പോൾ പറയാണ് പിന്നീട് അതൊക്കെ മാറി, റൂമൊക്കെ മാറ്റി. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ഒരു സത്യമായിരിക്കുന്ന ശുദ്ധ ബ്രാഹ്മണൻ അങ്ങനെ ഒരു സേവ ചെയ്യാൻ സാധ്യമല്ല. കാരണം അതിൻ്റെ റിസൾട്ട് എന്താ, സേവ ശ്രേഷ്ഠ ആയിരിക്കില്ല, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും. कई बार बाबा की मुरलियों में सुना होगा कि हर सब्जेक्ट की, हर सेवा की मार्क्स समान हैं। मनसा सेवा कर रहे हैं, वाचा सेवा कर रहे हैं या कर्मणा सेवा कर रहे हैं, हर एक की मार्क्स 100% हैं। ऐसे नहीं हम वाचा सेवा में बहुत प्रवीण हैं, बहुत अच्छा ज्ञान सुना रहे हैं, भाषण कर रहे हैं, तो दूसरों से हमारे अच्छी मार्क्स ज़्यादा मिल जाएंगे। कोई कर्मणा सेवा कर रहा है और उस कर्मणा सेवा में बहुत बहुत योग युक्त होकर के, बहुत खुशी खुशी से, खेल खेल के अच्छा काम करके दिखा रहा है, तो बाबा के 2 शब्द याद रखना, चाहे भाषण मांझो चाहे भाषण करो, दोनों की मार्क समान है। लेकिन तब जब दोनों में आंतरिक स्थिति हमारी एक रस है, खुशनुमा की है। अगर हम भाषण करें और अंदर से हम रो के आए हों, डिस्टर्ब हो गए हों, मन खराब हो गया और हम ऊपर क्लास कराएं, भाषण करें, तो उसका प्रभाव नहीं पड़े, उसके मार्क्स नहीं मिलेंगे। और अगर बर्तन मांज रहा है, सफाई कर रहा है, भोजन बना रहा है, वो बहुत खुश है, बहुत अच्छी तरह से बाबा ने भाग्य दिया है, कितना ऊंचा भाग्य है, तो उसके मार्क्स भाषण करने वाले से अच्छे हो जाएंगे। इसलिए कर्म करो, कर्म की छुट्टी बाबा ने दी है, कर्म योगी हैं, कर्म के बिना इस क्षेत्र में नहीं रह सकते। जो कुछ करो दूसरों के लिए प्रेरणा हो, दूसरों को सुख मिले, दूसरों को कुछ सीखने को मिले, और बहुत खुशी खुशी से करो, तो हमारी मार्क्स 100 हो जाएंगे। അപ്പോൾ ബൈജിയുടെ അനുഭവത്തിൽ ആ ഒരു ചിടിച്ചിടാപ്പൻ, ആവേശം അല്ലെങ്കിൽ ആ പൊട്ടിത്തെറി, അതിനെ മാറ്റിയെടുക്കാൻ ഒരുപാട് പ്രയത്നം ചെയ്തു. ബാബയുടെ ഓർമ്മയിലൂടെ അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു, മാറ്റാനും സാധിച്ചു. അപ്പോൾ അതുപോലെ ബൈജി പറയുകയാണെങ്കിൽ ചിലവർ ചിന്തിക്കുന്നുണ്ടോ, ഇന്ന കർമ്മം, അതായത് പ്രഭാഷണം നടത്തിയാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടൂ, 100 മാർക്ക്, പാത്രം കേൾക്കുന്നവർക്ക് മാർക്ക് ഉണ്ടാവില്ല, ആ കർമ്മം ഈ കർമ്മം ചെയ്യുന്നവർക്ക് വ്യത്യാസമുണ്ട് എന്നുള്ള.
സേവ ഏത് തന്നെ ചെയ്യട്ടെ, മനസ്സാ സേവ ചെയ്യട്ടെ, പാത്രം കഴുകുന്ന സേവ ചെയ്യട്ടെ, അടിച്ചുവാരുന്ന സേവ ചെയ്യട്ടെ, പ്രഭാഷണം നടത്തുന്ന സേവ ചെയ്യട്ടെ, എല്ലാവർക്കും ഒരേപോലെ മാർക്ക് കിട്ടും. പക്ഷെ അത് കിട്ടുന്നത് എപ്പോഴാണ്? തൻ്റെ ആന്തരിക മനോസ്ഥിതി ശ്രേഷ്ഠമായിരിക്കുമ്പോൾ മാത്രമേ. അത് പാത്രം കഴുകുന്ന വ്യക്തി നല്ല സന്തോഷത്തോടെ അതിനെ ആസ്വദിച്ച് ബാബയുടെ സേവയാണെന്ന് പറഞ്ഞ് അതിൽ ഭാഗ്യമുണ്ടെന്ന് കരുതി സേവ ചെയ്യുമ്പോൾ അവർക്ക് മാർക്ക് കിട്ടും. അതേ പ്രഭാഷണം നടത്തുന്നവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അധികം പ്രഭാഷണം ചെയ്യുന്നവനാണ്, അത് വേറെ എന്തെങ്കിലും രീതിയിൽ മാനസികമായിട്ട് ഡിസ്റ്റർബായ സ്ഥിതിയൊക്കെ താഴ്ന്ന് പിന്നെ പ്രഭാഷണം ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്ന സേവ ചെയ്തെങ്കിലും മാർക്ക് അവർക്ക് അത്ര കിട്ടണമെന്നില്ല. അതുകൊണ്ട് ബായിജി പറയണം, ബ്രാഹ്മണ ജീവിതത്തിൽ ഏത് കർമ്മമാണെങ്കിലും ചെയ്തോളൂ. കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ മറ്റുള്ളവർക്ക് പ്രേരണ ഉണ്ടാകണം, ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ ഞാനും മറ്റുള്ളവർ സന്തുഷ്ടനായിരിക്കണം, ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് പഠിക്കാനും പറ്റണം. അത്തരത്തിലുള്ള കർമ്മം നമ്മൾ ചെയ്തിരിക്കണം. आप लोगों ने दादा विश्वरतन का नाम सुना है? सुना है, नाम सुना है, देखा तो नहीं है कहीं? देखा है दादा विश्वरतन को? विश्वरतन दादा को देखा है किसी ने? दादा विश्वरतन एक बहन बैठी है बस, आपने तो देखा ना? और एक भाई पीछे है, बस 2-3 भाई हैं। दादा विश्वरतन ने सब यज्ञ की कर्मणा सेवा किया और उनको नाम मिला विश्वरतन। इतनी अच्छी स्थिति, इतने अच्छे हर कार्य में अलर्ट, एक्यूरेसी तो देखनी हो तो दादा को देखो। कभी भी हम लोग कोई कर्म, हमको बहुत सारे काम उन्होंने सिखाए यज्ञ में, और ऐसे सिखाए, करना है तो ऐसे प्यार से करो, नहीं तो छोड़ दो। बहुत प्यार से कहते थे, यज्ञ सेवा कर रहे हो, बाबा के यज्ञ की सेवा है। हम लोग रोटी बनाते थे, रोटी जब बनाते थे तो तवा इतना बड़ा था हमारा, एक साथ 10 रोटी डाल दिया ऊपर तवे पर, एक तरफ पकाई एक तरफ कच्ची होती है, फिर डाली सिगरी पर। सिगरी समझते, कोयले की सिगरी होती थी। तो कुछ रोटी कच्ची, कुछ रोटी ज़्यादा पक गई, जल गई, और दादा सिखाता था खड़े होकर के कितना पकाना है, कैसे पकाना है। और अगर हमने जल्दी जल्दी में काम उतारने के लिए कर दिया तो दादा गया चुपचाप वहाँ से वो रोटी उठाई जो कच्ची या जली है, ले आया, देखो ये खाओगे तुम। अगर मान लो तुम्हारी थाली में रोटी आए, तुमको कैसा लगेगा? अच्छा मान लो तुम नहीं खाओगे, फेंक दोगे तो यज्ञ का नुकसान हो जाएगा, और खा लोगे तो तबीयत बिगड़ जाएगी, क्या करोगे? बहुत प्यार से ऐसे सिखाता था, क्या करोगे? यज्ञ का नुकसान करोगे या शरीर का नुकसान करोगे? इसलिए जो काम करना है ना, बड़े रुचि से करो, प्यार से करो। बाबा करा रहा है, बाबा का काम है, नुकसान नहीं करना यज्ञ का, अपना और दूसरों का नुकसान नहीं करो। तो एक एक बात कर्मणा में नंबर 1। और जिस दिन शरीर छोड़ा है, मेरे को याद है शांतिवन में ही शरीर भी ऐसे छोड़ा जैसे खेल खेल में छोड़ा है, वो बताऊंगा बाद में। लेकिन लास्ट दिन जितने मनी आर्डर थे, वो मनी आर्डर पर साइन करते थे, हम लोगों के सामने बैठ करके ही मनी आर्डर आते थे, दादा इन पर साइन कर दो। लास्ट दिन भी साइन विश्वरतन, ऐसे नहीं चिड़िया मार दिया, बहुत अच्छे साइन, परफेक्ट साइन। माना एक्यूरेसी इतनी, एक्यूरेट इतने, हर कर्म एक्यूरेट किया, कराया, और बड़े खुशी खुशी से हंसते खाते भोजन सामने आया, कुछ ऐसे खाया और आत्मा ऐसे चली गई, चले छोड़ दिया। योगी नंबर 1 योगी, खाने के समय जो मिला लिया थाली में, और चुपचाप अलग मुँह करके, किसी से बोला नहीं कैसा खाना है, क्या खाना है। कभी कभी कोई में नमक ज़्यादा है, कभी नमक कम है, कभी कैसा है, बैठा खा रहा है, कुछ नहीं बोला, एक शब्द भी नहीं बोला, बड़े प्यार से खा करके थाली साफ करके, ऐसे नहीं जो आया खाया, नहीं तो छोड़ दिया। दादा ऐसा था आज तो, अरे मुझे क्या पता, मैं तो बाबा की याद में खा लिया। इतना एक्यूरेट, इतना मतलब बाबा के यज्ञ के प्रति प्यार, श्रद्धा, और हर कर्म का पहरा दिया।
आपको पता हो लास्ट तक भी दादा का कमरा बाद में एक बना, न कमरा था न बाथरूम था, अपना कमरा नहीं था। रात को दादी कहती थी, ईशु दादी के ऑफिस में पैसा रहता है, पत्र व्यवहार होते हैं, मदोगरी होती है, सब कुछ वहाँ होता है। दादा आप यहीं सो जाओ, संदल है इस पर सो जाओ। जी दादी। उसी संदल पर सोया, और बाथरूम कहाँ है? वहाँ तो बाथरूम ही नहीं उस तरफ। जो गेट पर बाथरूम है वहाँ आया। अपना कमरा नहीं, अपनी अलमारी नहीं, अपनी चारपाई नहीं, इतना त्याग, इतनी तपस्या, इतने एक्यूरेट कर्म, सब काम किए। सब जा रहे हैं पिकनिक करने, दादा आप पहरा दोगे? जी दादी। कभी भी दादी को जवाब नहीं दिया। कहता था इनको बाबा ने गद्दी पर बिठाया है ना, ये जो कहेंगे वो हम करेंगे। ऐसे एक्यूरेट आत्मा नंबर 1 ले गई कर्मणा करके। न भाषण किया, न प्रवचन किया, न कहीं क्लास कराई। उनकी धारणाएं, उनके कर्म, वो बाबा के दिल को जीत लिया उन्होंने। तो ऐसे बाबा कहता है कर्म से गुणों का दान करो। बहुत कुछ सिखा के गए। अगर हम जोर से चप्पल पहन के चल रहे हैं, चप्पल की आवाज आ गई, ठक किया या घिस के चले, इधर आओ इधर आओ, बहुत प्यार से। योगी लोग कैसे चलते हैं? ऐसे चलते हैं। चप्पल की आवाज, धरती माँ है, उसको दुख दे रहे हो, थक थक मार करके चल रहे हो ना। एक एक बात इतना प्यार से सिखाना, बताना। हंस के कोई से बात किया, हंसने लगे जोर जोर से, देख करके चुपचाप जाएगा जब अकेले में होंगे, इधर आओ। ऐसे हंसते हैं योगी लोग क्या? देवताएं कैसे हंसते हैं, मुस्कुराते हैं ना। ये हंसी में भी विकार होते हैं, बुराई होती है। ऐसे नहीं हंसना, ऐसे जोर जोर नहीं बोलना। ब्राह्मण क्या है? दादा की प्रैक्टिकल लाइफ थी और बहुत कुछ सिखाया ऐसे हम लोगों को। ഇപ്പോൾ ബായിജി കർമ്മണ സേവനത്തിൽ നമ്മൾ എത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം എന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ യജ്ഞാരംഭത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന വിശ്വരത്തൻ ദാദ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിശ്വരത്തൻ ദാദ സത്യബ്രാഹ്മണൻ്റെ ജീവിതം നോക്കണമെങ്കിൽ അവരിൽ നിന്ന് പഠിക്കണം എന്നാണ്. അപ്പോൾ ദാദ അത്രയും അക്യുറേറ്റ് ആയിരുന്നു, അത്രയും അലേർട്ടായിരുന്നു. അന്തിമ സമയം വരെ കർമ്മണ സേവ ചെയ്തിരിക്കുന്ന നമ്പർ 1 ആത്മ, നമ്പർ 1 യോഗി ആത്മാവാണ്. അപ്പോൾ ആ ആത്മാവിൻ്റെ ഓരോ കർമ്മത്തിലൂടെയും മറ്റുള്ളവർക്ക് അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു. ഭായിജി പറയാണ്, ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സമയത്ത് ദാദയിലൂടെ പഠിക്കാനുള്ള ആ ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് പറയണ പണ്ട് കാലങ്ങളിലല്ലേ, ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ചുടേണ്ടതൊക്കെ അന്നെല്ലാം ബ്രദേഴ്സ് തന്നെയാണല്ലോ. അപ്പോൾ ഗ്യാസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റേ എന്താണ് നേരത്തെ പറഞ്ഞല്ലോ, കരി എന്താണ് മറ്റേ കരി ഇട്ടിട്ട് ആ തീ ഇട്ടിട്ട് അങ്ങനെ ചപ്പാത്തി ചുടുന്നൊരു സമയം, വലിയ തവയിൽ 10 ചപ്പാത്തി. അപ്പോൾ ബായിജിനോട് ചുടാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ പഠിപ്പിക്കും, ഒരു വശം മറിച്ചിട്ട് അടുത്ത വശം മറിച്ചിട്ട് പതുക്കെ പതുക്കെ വേവിച്ചെടുക്കണമെന്ന്. അപ്പോൾ ഇവർ വേഗം ചപ്പാത്തി ചുട്ട് തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വേഗം ചുട്ടങ്ങ് എടുക്കും. ചിലത് വെന്തിട്ടുണ്ടാവും, ചിലത് വെന്തിട്ടുണ്ടാവില്ല, ചിലത് കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടു നിന്ന ദാദ പതുക്കെ പിന്നീട് വിളിച്ചിരുത്തി പറയും, ഈ ചപ്പാത്തി മൊത്തം കൊണ്ടുവരും, ഈ കരിഞ്ഞതും വേവാത്തതും ഒക്കെ കൊണ്ടുവന്നിട്ട് പറയും, ഇത് നിങ്ങളുടെ പ്ലേറ്റിൽ ഇട്ട് തന്നാൽ നിങ്ങൾ കഴിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് കഴിക്കില്ല എന്ന് പറയും. അപ്പോൾ ദാദ പറഞ്ഞത്രേ, ഒരുപക്ഷെ ഇത് കഴിച്ചാൽ തൻ്റെ ശരീരത്തിന് അസുഖം വരുത്തും, കഴിച്ചില്ല എങ്കിൽ യജ്ഞത്തിനത് നഷ്ടം ഉണ്ടാക്കും. അപ്പോൾ ഇത് ഏതിന് നഷ്ടം വരുത്താനാണ് തീരുമാനിക്കുകയെന്ന് പറയും. അപ്പോൾ ഇത് കഴിക്കാനും പറ്റില്ല, കളയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും സേവ ചെയ്യേണ്ടെന്നാണ്. അതായത് സേവ ചെയ്യുകയാണെങ്കിൽ ബാബയുടെ യജ്ഞത്തിൻ്റെ സേവയാണ്, ബാബയുടെ സേവയാണ്, ബാബയുടെ ഓർമ്മയിൽ കൂടി സേവ ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപകാരം അഥവാ മറ്റുള്ളവർക്ക് സഹായമാകുന്ന വിധത്തിലുള്ള ആ കർമ്മം നമ്മുടേത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദാദാജി അവസാനം വരെ, നമുക്കൊക്കെ ഇപ്പോൾ റൂമുണ്ട്, കട്ടിലുണ്ട്, നമ്മുടെ പേരിലെല്ലാം ഉണ്ടാവും. പക്ഷെ ദാദാജിക്ക് കട്ടിലും ഉണ്ടായിരുന്നില്ല, സ്വന്തം റൂമും ഉണ്ടായിരുന്നില്ല, ബാത്റൂമും ഉണ്ടായിരുന്നില്ല, തൻ്റേതെന്ന് പറയാൻ വേണ്ടി ഒന്നും തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ല. കാരണം അവസാനം വരെയും ദാദാക്ക് കൊടുത്തിരിക്കുന്ന സേവ
കാവൽ സെക്യൂരിറ്റി ആയിരുന്നു. അതുകൊണ്ട് ദാദിമാരും മറ്റുള്ളവർ ബ്രാഹ്മണരൊക്കെ പിക്നിക്ക് പോകുമ്പോഴും ദാദി ചോദിക്കൂ, ദാദാ നമ്മൾ പിക്നിക്ക് പോയി വരട്ടെ, ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുമെന്ന് ചോദിച്ചാൽ ഹാജി ദാദി എന്ന് പറയും. അപ്പോൾ ദാദയുടെ ആ ഒരു ഇത് കാണുമ്പോൾ പറയും, ബാബയല്ലേ അവരെ നിമിത്തമാക്കിയിരിക്കുന്നത്, അപ്പോൾ അവരെന്താണോ പറയുന്നത് അതിന് ഞാൻ ഹാജി എന്ന് പറയും. അങ്ങനെ ഓരോ കാര്യത്തിലും വളരെയധികം ആക്യുറേറ്റ് ആയിട്ടാണ് ദാദ ചെയ്തിരുന്നത്. ഏതൊരു കാര്യത്തിലും ഇപ്പോൾ ഈശുദാദിയാണ് അവിടുത്തെ ഭണ്ഡാരം കാര്യങ്ങളൊക്കെ നോക്കി നടത്താറ്. അപ്പോൾ ദാദി പറയും, ഇവിടെ തന്നെ ഈ സന്ദലി അവിടെ കിടക്ക പോലെ ബാബയുടെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ കിടന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉറങ്ങും. പിന്നെ ബാത്റൂം പോകണമെങ്കിൽ ഗേറ്റിൻ്റെ അടുത്തുള്ള ബാത്റൂമിലാണ് പോവാറ്. അപ്പോൾ അത്തരത്തിൽ തൻ്റേതാക്കിയിട്ട് ഒന്നും തന്നെ വെച്ചിരുന്നില്ല. എന്നാൽ പോലും തൻ്റെ ഓരോ കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് ഗുണദാനം ചെയ്യാൻ മാത്രമല്ല അനേക പ്രേരണകളും കൂടി അതിലൂടെ കൊടുത്തു. അതുപോലെ തന്നെയാണ് നമ്മൾ സത്യമായിരിക്കുന്ന ബ്രാഹ്മണരുടെ കർമ്മവും മറ്റുള്ളവർക്ക് പ്രേരണാദായിയായിട്ട് മാറിയിരിക്കണം. फिर संबंध संपर्क है छठी बात ब्राह्मणों की। संबंध में तो आना ही है, संपर्क में भी आते हैं बहुत सारे लोग, ज्ञानी अज्ञानी, लेकिन एक बैलेंस चाहिए। संबंध संपर्क में सबसे बड़ा बैलेंस है न्यारे और प्यारेपन का। ऐसे नहीं न्यारे बनो तो लोग कहेंगे पता नहीं इसको क्या हो गया, तो सन्यासी बन गया, ये तो सब कुछ छोड़ देगा, जंगल में चला जाएगा। कई लोग ब्राह्मण बनते हैं ना, तो ब्राह्मण बनते ही ऐसा कट करते हैं लोगों से, इनके साथ बैठना नहीं, इनसे बात नहीं करना, इनके साथ ये ऐसे हैं ये ऐसे, बहुत पता नहीं क्या क्या सोच लेते हैं। बाबा ने ऐसा नहीं बनाया, बैलेंस सिखाया, बहुत अच्छे बैलेंस से चलो। उनको लगे कि ये कोई अलग लोग हैं, अलौकिक लोग हैं, तो देह भान से जितना हम न्यारे बनते जाते हैं उतना सबके प्यारे बन जाते हैं। न्यारे कोई उनसे नहीं बनना है, लोगों से नहीं बनना है, काम से नहीं बनना, सेवाओं से नहीं बनना है, लेकिन आप देह भान से न्यारे रहेंगे तो आत्मिक स्थिति का जो ओरा है वो अलग आपको अनुभव कराएगा, वो आपको अपनी तरफ खींचेगा नहीं। व्यक्ति कोई भी है आपको पर फोर्स नहीं करेगा, आपको करना चाहिए। अगर आपकी धारणाएं हैं, आप कुछ नहीं बोलो, लेकिन आपकी निजी धारणाएं हैं, आप बहुत अच्छी न्यारी स्थिति में देवाभिमान की, तो आप जाएंगे उनकी सभा में, आपको कोई फोर्स नहीं करेगा, आप क्यों नहीं खाते हैं, आपको खाना चाहिए, आपको ये करना चाहिए। लेकिन अगर आप बिल्कुल उनके जैसे हो करके जाएंगे तो फंस जाएंगे। संबंध संपर्क निभाना है। अब निभाना शब्द समझ करके लोग उसमें फंसते जा रहे हैं। बाबा ने ब्राह्मणों को ये नहीं कहा निभाना, लेकिन एक शब्द दिया है, तोड़ निभाना। पहले तोड़ो बुद्धि से, ये कोई मेरे नहीं है, मुझे इनके जैसा नहीं बनना है, मैं अलग हूँ, अलौकिक हूँ, मैं ब्राह्मण हूँ, लेकिन तोड़ करके फिर निभा रहा हूँ, क्योंकि ये नाराज न हो जाए, असंतुष्ट न हो। निभा रहे हैं उनके साथ, लेकिन निभाने जैसा फंस न जाना। तो संबंध संपर्क में कहीं फंसना नहीं, ना अपने में फंसाना है, ना मुझे किसी में फंसना है। दादी बड़ी अच्छी बात ये कहती थी, जानकी दादी की सुनाता हूँ। कहती थी मैं तो किसी में फंसती नहीं हूँ आज तक, लेकिन मैं ध्यान ये रखती हूँ कि कोई मेरे में न फंस जाए। तो ब्राह्मण वो है जो किसी में न फंसे, न किसी को अपने में फंसाए। हम सब सच्चे पक्के ब्राह्मण हैं, तो हम ध्यान दें कि मुझे किसी देहधारी में, किसी के अंदर संबंध संपर्क में आते निभाते उन जैसा न बन जाएं, तो उनके बीच में रहते अपनी छाप डाल दें कि ये अलौकिक हैं, ये अल्लाह लोग हैं, ये न्यारे हैं हमसे, ये अलग हैं। ये महसूसता उनको ज़रूर होनी चाहिए। वो तभी होगी जब हमारी धारणाएं ऐसी होंगी। हमारे अंदर ही आता है भाई खा लेंगे तो क्या होगा, इनके बीच में हम गए हैं तो नाराज़ हो जाएंगे। हमने जरा भी साधारण संकल्प किया, वो फट से आपको ज़बरदस्ती खिलाएंगे। आप पक्के रहो, नहीं हम तो बाबा के बच्चे हैं, हम तो इन चीज़ों पर बिल्कुल ध्यान नहीं देंगे, आँख भी इस पर नहीं जाएगी हमारी। हमारी कितनी ऊंची धारणाएं हैं, हमारे धारणाओं का चिंतन, हमारा आभा मंडल उनको कहेगा हाँ आप तो खाते नहीं हैं, ठीक है आप जाए। तो ऐसी स्थिति बनाओ जो संबंध संपर्क में
आप लोगों आते भी आप सेफ रहो, सुरक्षित रहो, कहीं भी कोई ज़बरदस्ती आपके ऊपर कोई कार्य के लिए बंधन न डाले, उसका ध्यान दो. അപ്പം നേരത്തെ 2 പോയിന്റ് ഉണ്ട്. അതായത് വിശ്വരത്തൻ ദാദ നടക്കുന്നത് എങ്ങനെയായിരിക്കണം, ബ്രാഹ്മണർ ദേവത ഒച്ചത്തിൽ ചരിപ്പിട്ട് ഇങ്ങനെ അടിച്ച് നടക്കുമ്പോൾ ഇത് ഭൂമി ദേവിയാണ്. അപ്പോൾ ഭൂമി ദേവി ഇങ്ങനെ ചവിട്ടി ഒച്ചപ്പാടാക്കി നടക്കരുത്, ദേവത എങ്ങനെ നടക്കുന്നു അങ്ങനെ നടക്കണം. അതുപോലെ അട്ടഹസിച്ച് ചിരിക്കുന്നത് ബ്രാഹ്മണരുടെ ലക്ഷണമല്ല. അങ്ങനെ ചിരിക്കുന്ന കണ്ട ഉടനെ വിളിച്ചു പറയും, ഇങ്ങനെയാണോ ദേവതകൾ ചിരിക്കാറുള്ളത്, അവർ പുഞ്ചിരിക്കാറേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ വളരെ സൗമ്യമായ രീതിയിൽ ഓരോ ധാരണകളും പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ 6ാമത്തെ പോയിന്റ് ഇതാണ് നമ്മുടെ ധാരണയിൽ കൊണ്ടുവരേണ്ടത്, സമ്പന്ന സമ്പർക്കത്തിൽ. ബാബ എപ്പോഴും പറയാറുണ്ട്, സമ്പന്ന സമ്പർക്കത്തിൽ വളരെയധികം വേറിട്ടവരുമായിരിക്കണം, അതേസമയത്ത് പ്രിയരുമായിരിക്കണം. വ്യക്തികളിൽ നിന്ന് വേറിട്ട് നിൽക്കാനല്ല. ബാബ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബ്രാഹ്മണരാണ്, ശ്രേഷ്ഠരാണ്, അതുകൊണ്ട് അവർ ശൂദ്രരാണ്, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തുക, അങ്ങനെ ബാബ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. പകരം നമ്മളുടെ ആത്മീയ സ്ഥിതിയുടെ സ്വരൂപത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളിൽ വരുന്ന ആ ഒരു പ്രഭ, അതായത് ഓറ, ആത്മീയ സ്ഥിതിയുടെ പ്രഭാവലയം ഏതാണോ അത് മറ്റുള്ളവർക്ക് പ്രഭാവം ഉണ്ടാക്കുകയും നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ചെന്നാൽ തന്നെ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരെ പോലെ തന്നിലേക്ക് അവരെ ആകർഷിക്കാൻ അവർ സമ്മതിക്കില്ല. നിങ്ങൾ കഴിക്കുക, കുടിക്കുക, ഒരു കാര്യത്തിലും അവർ നിർബന്ധം പിടിക്കുകയില്ല. നിങ്ങളുടെ പ്രഭാവം അവരിലേക്ക് എത്തുമ്പോൾ തന്നെ പറയും, നിങ്ങൾ ഇതൊന്നും കഴിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങളെ സേഫാക്കി വെക്കുകയാണ്, സുരക്ഷിതരാക്കി വെക്കുകയാണ് ചെയ്യാം. അപ്പം അതുകൊണ്ട് ബായിജി പറയണം, നമ്മുടെ ധാരണയിൽ നമ്മൾ എപ്പോഴും പക്കയായിരിക്കണം. ഇപ്പോൾ കല്യാണത്തിനും പോവാട്ടെ, എവിടെ തന്നെ പോവാട്ടെ, പല കാര്യങ്ങളും പല വിഭവങ്ങളും പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ അവരെ പോലെ ആയിട്ട് അയ്യോ അവർക്ക് വിഷമം തോന്നും, നമ്മൾ കുടിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ അവരെ പോലെ ധരിച്ചില്ലെങ്കിൽ എന്ന് വിചാരിച്ച് ആ രീതിയിലാണ് പോകുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ അവർക്ക് പ്രഭാവം ഉണ്ടാക്കുകയും അവരുടെ കൂട്ടത്തിൽ നമ്മൾ കുടുക്കിയിടാനും ശ്രമിക്കും, അവർ നിർബന്ധം പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബായിജി പറയണം, നമ്മുടെ ധാരണയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മുടെ സങ്കല്പത്തിൽ പോലും അങ്ങനെ ഒരു സാധാരണ ചിന്തകൾ വരരുത്. അവരെ കൂട്ടത്തിൽ കൂടില്ലെങ്കിൽ, അവരെ പോലെ നമ്മൾ ആയില്ലെങ്കിൽ അവർക്ക് വിഷമം വരുമോ, ആ രീതിയിലുള്ള സാധാരണ ചിന്തകൾ പോലും വരരുത്. അതുകൊണ്ട് നമ്മുടെ ധാരണയിൽ എപ്പോഴും പക്കയായിരിക്കാം. ദേഹത്തിൽ നിന്ന് ടോട്ടലി ഉപരിയായിരിക്കുക. അതുകൊണ്ട് വേറിട്ടവരായിരുന്നു കൊണ്ട് അവർക്കിടയിൽ പ്രിയരായി മാറണം. അതുകൊണ്ടാണ് ബാബ പറയാറുള്ളത്, തോട് നിബാന. ആദ്യം നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം. ദേഹബന്ധങ്ങൾ ഇതൊക്കെ കട്ട് ചെയ്ത് ഞാൻ ആത്മാവാണ് എന്നുള്ള സ്മൃതിയിലേക്ക് ഞാൻ മാറണം. അതുപോലെ തന്നെ മറ്റുള്ള സംബന്ധങ്ങളെ നമ്മൾ പരിപാലിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ സത്യമായ പക്കാ ബ്രാഹ്മണനായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. अभी तो आपसे मिलेंगे, एक टॉपिक बहुत बड़ा है, ब्राह्मण जीवन, ब्राह्मणों का महत्व, बहुत कुछ ब्राह्मणों पर निर्भर है. इस दुनिया का परिवर्तन ब्राह्मणों के आधार से ही होता है. तो हम ब्राह्मण फरिश्ता बने, उसके पहले पक्के सच्चे ब्राह्मण बन करके यज्ञ रक्षक बने. तो शाम को हम आपसे मिलेंगे, फिर इसी टॉपिक को और लेंगे, यज्ञ रक्षक किसको कहते हैं. ഇപ്പോൾ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഈ ടോപ്പിക്ക് വലുത് തന്നെയാണ്. പിന്നെ വൈകിട്ടും വായിച്ച് നമുക്ക് വേണ്ടി അതിനെക്കുറിച്ച് ടോപ്പിക് എടുക്കും, ബ്രാഹ്മണന് യജ്ഞരക്ഷകൻ എങ്ങനെയാകാം എന്നുള്ളത്. കാരണം ബാബ വലിയൊരു ഉത്തരവാദിത്വം നൽകിയിരിക്കുകയാണല്ലോ, നമ്മുടെ പരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം, ബ്രാഹ്മണരുടെ പരിവർത്തനമാണ് അതിനാധാരം. അതുകൊണ്ട് വൈകിട്ടും നമുക്ക് കാണാം. तो सभी अपनी जांच करना कि मैं पक्का ब्राह्मण हूँ, कितने % दे सकते हैं. वैसे परसेंटेज नहीं होती कभी, लेकिन फिर भी बाबा जैसा चाहता है वैसा बना हूँ. ഇപ്പോൾ ഇന്ന് മുഴുവൻ ദിവസം ബായിജി പറഞ്ഞ പോയിന്റിൻ്റെ ആധാരത്തിലും ബാബയുടെ മുരളിയുടെ ആധാരത്തിലും സ്വയം ചെക്ക് ചെയ്യുക, ഞാൻ എത്രമാത്രം പക്കാ സച്ചാ ബ്രാഹ്മണനായിട്ടുണ്ട് എന്നുള്ളത്. പെർസെൻറ്റേജ് ഉണ്ടാവില്ല, എന്നാലും ബാബ പറയുന്നത് പോലെ ഞാൻ ആയിട്ടുണ്ടോ എന്നതാണ് നാം ഓരോരുത്തരും ഇന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബായിജി നല്ലൊരു ധാരണ ക്ലാസ് നൽകിയതിന് നല്ലൊരു കയ്യടി കൊടുക്കാം.